വെൽക്കം ടു മാസ്റ്റർ കി അക്കാഡമി. നമ്മൾ CSEBയുടെ ഒരു സീരീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു 3 പാർട്ട് നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ചെയ്തു. ഇനി നമ്മൾ പോകുന്നത് CSEBയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ്റെ 4ാമത്തെ പാർട്ടിലോട്ടാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്. ദേ ഓൾറെഡി ഡാഷ് ദ റൂം. ഓപ്ഷൻ എ വെക്കേറ്റഡ്, ഓപ്ഷൻ ബി ഹാവ് ഓൾറെഡി വെക്കേറ്റഡ്, ഓപ്ഷൻ സി will vacate, option D are already vacating. ഇവിടെ കറക്റ്റ് ആൻസർ ഹാവ് ഓൾറെഡി വെക്കേറ്റഡ് ആണ്. ഓപ്ഷൻ ബി ആണ് ഹാവ് ഓൾറെഡി വെക്കേറ്റഡ് എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. നമുക്ക് നോക്കാം എന്തുകൊണ്ട് നമ്മൾ ഇവിടെ ഹാവ് ഓൾറെഡി വെക്കേറ്റഡ് എന്ന ആൻസർ ചൂസ് ചെയ്തു. നമ്മൾ ഈ സെൻറ്റൻസിൽ ഒരു ടൈം വേർഡ് കണ്ടു. നമ്മൾ കണ്ട ടൈം വേർഡ് ഏതാണ്? ശ്രദ്ധിക്കണേ, ടെൻസിൽ നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻ വരുന്നത്. ഓരോ സീരീസിലും ഓരോ ക്വസ്റ്റ്യനായിട്ട് നമ്മൾ ടെൻസിൻ്റെ എല്ലാ ടൈം വേർഡും കണക്ട് ചെയ്ത് പോകുന്നുണ്ട്, പറഞ്ഞു പോകുന്നുണ്ട്. ഇവിടെ നമ്മൾ ഈ സെൻറ്റൻസിൽ കണ്ട ടൈം വേർഡ് ഏതാണ്? ഓൾറെഡി എന്നതാണ്. അപ്പോൾ ഓൾറെഡി എന്ന ടൈം വേർഡ് കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായി ഈ സെൻറ്റൻസ് പ്രസൻറ്റ് പെർഫെക്റ്റിലാണ് പറയേണ്ടുന്നത്. എന്തുകൊണ്ട്? പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിൻ്റെ ടൈം വേർഡാണ് ഓൾറെഡി എന്നുള്ളത്. പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിൻ്റെ ടൈം വേർഡാണ് ഓൾറെഡി എന്നുള്ളത്. അപ്പോൾ ഓൾറെഡി എന്ന ടൈം വേർഡ് കണ്ടാൽ നമ്മൾ മനസ്സിലാക്കണം ഈ സെൻറ്റൻസ് പ്രസൻറ്റ് പെർഫെക്റ്റിലാണ് പറയേണ്ടുന്നത്. അപ്പോൾ പ്രസൻറ്റ് പെർഫെക്റ്റിൻ്റെ ടെൻസ് ഫോർമാറ്റ് എന്താകുന്നു? സബ്ജക്റ്റ് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് V3 പ്ലസ് ഒബ്ജക്റ്റ് ആണ് പ്രസൻറ്റ് പെർഫെക്റ്റിൻ്റെ ടെൻസ് ഫോർമാറ്റ്. സോ ദേ എന്ന സബ്ജക്റ്റ് പ്ലൂറൽ ആണ്. അതുകൊണ്ട് ഹാസ് ഓർ ഹാവിൽ നമ്മൾ ഹാവ് എഴുതി. ഹാവ് പ്ലസ് വെക്കേറ്റഡ് V3, ഹാവ് ഓൾറെഡി വെക്കേറ്റഡ്. ടൈം വേർഡ് ഇടയ്ക്ക് വന്നു എന്നേ ഉള്ളൂ. അപ്പോൾ ദേ ഹാവ് ഓൾറെഡി വെക്കേറ്റഡ് ദ റൂം എന്നാണ്. നമുക്ക് അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ അതോട്ട് പോകാം. പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിൻ്റെ ടൈം വേർഡ് എല്ലാം നമുക്കൊന്ന് പഠിച്ചു പോകാം. നോക്കേ, പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിൻ്റെ ടെൻസ് ഫോർമാറ്റ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക, ആദ്യം പഠിക്കുക. എന്താണ് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിൻ്റെ ടെൻസ് ഫോർമാറ്റ്? ഇതാകുന്നു സബ്ജക്റ്റ് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് V3 പ്ലസ് ഒബ്ജക്റ്റ്. സബ്ജക്റ്റ് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് V3 പ്ലസ് ഒബ്ജക്റ്റ് ആണ് പ്രസൻറ്റ് പെർഫെക്റ്റിൻ്റെ ടെൻസ് ഫോർമാറ്റ്. അപ്പോൾ നമ്മൾ സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ ഹാസ് എഴുതുക, സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ ഹാവ് എഴുതുക. അപ്പോൾ ടൈം വേർഡുകൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് പഠിച്ചു പോകാം. പ്രസൻറ്റ് പെർഫെക്റ്റിൻ്റെ ടൈം വേർഡുകൾ ഈ പറയുന്നവ ആകുന്നു. എന്തൊക്കെയാകുന്നു നോക്കാം. പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിൻ്റെ ടൈം വേർഡുകളാണ് ഈ പറയുന്നവ എല്ലാം. ജസ്റ്റ്, ജസ്റ്റ് നൗ, ഓൾറെഡി. 3 പഠിച്ചേ. ജസ്റ്റ്, ജസ്റ്റ് നൗ, ഓൾറെഡി. ജസ്റ്റ്, ജസ്റ്റ് നൗ, ഓൾറെഡി. ജസ്റ്റ്, ജസ്റ്റ് നൗ, ഓൾറെഡി. അടുത്തത് യെറ്റ്, നോട്ട് യെറ്റ്, സോ ഫാർ. 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 ഒന്നുകൂടെ. ജസ്റ്റ്, ജസ്റ്റ് നൗ, ഓൾറെഡി. Yet, not yet, so far. Lately, recently, up to now. Lately, recently, up to now. ഒന്നുകൂടെ. Just, just now, already. Yet, not yet, so far. Lately, recently, up to now. ഒന്നുകൂടെ. Just, just now, already. Yet, not yet, so far. Lately, recently, up to now. ഇതെല്ലാം എന്താകുന്നു? പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിൻ്റെ ടൈം വേർഡുകൾ ആകുന്നു. അപ്പോൾ നിങ്ങൾ നോക്കുക, ഇത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു ടൈം വേർഡ് നമ്മുടെ സെൻറ്റൻസിൽ കണ്ടാൽ നിങ്ങൾ മനസ്സിലാക്കണം ഈ സെൻറ്റൻസ് പ്രസൻറ്റ് പെർഫെക്റ്റിലാണ് പറയേണ്ടുന്നത്. ഹാസ് ഓർ ഹാവ് പ്ലസ് V3 ആണ് ഉപയോഗിക്കേണ്ടുന്നത്. അപ്പം നമുക്കിത്
ക്ലിയർ ആവാൻ വേണ്ടി, ഒന്നുകൂടെ തറവാവാൻ വേണ്ടി ഒരു 2 ക്വസ്റ്റ്യൻ കൂടി നമുക്ക് ഇതുമായിട്ട് കണക്ട് ചെയ്തൊന്ന് ചെയ്തു പോകാം. 2 എക്സാമ്പിളുകളൊന്ന് ചെയ്തു പോകാം. നോക്കിയേ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഐ ഡാഷ് ഹിം ലേറ്റ്ലി. ഓപ്ഷൻ എ ഡോണ്ട് സീ, ഓപ്ഷൻ ബി ഡിഡിൻ സീ, ഓപ്ഷൻ സി ഹാഡിൻ്റെ സീൻ, ഓപ്ഷൻ ഡി ഹാവിൻ്റെ സീൻ. ഏതായിരിക്കും ഇവിടുത്തെ ആൻസർ? ഇവിടെ ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഹാവിൻ്റെ സീൻ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. എന്തുകൊണ്ട് ഹാവിൻ്റെ സീൻ എന്ന ആൻസർ നമ്മൾ എഴുതി? നോക്കാം, ഇവിടെ ലേറ്റ്ലി എന്ന ടൈം വേർഡ് കണ്ടു. നോക്കേ, ഇപ്പൊ പഠിച്ചതല്ലേ ഉള്ളൂ. ലേറ്റ്ലി, ലേറ്റ്ലി എന്ന ടൈം വേർഡ് പ്രസന്റ് പെർഫെക്റ്റിന്റെ ടൈം വേർഡ് ആണ്. സോ നമ്മൾ പ്രസന്റ് പെർഫെക്റ്റിന്റെ ടൈം വേർഡ് ആയതുകൊണ്ട് ഹാവ്, ഹാസ് ഓർ ഹാവ് പ്ലസ് V3 ആണ് ഉപയോഗിക്കേണ്ടുന്നത്. ഇവിടെ ഐ പ്രസന്റ് ടെൻസിൽ ഐയെ നമ്മൾ പ്ലൂറൽ ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. പ്രസന്റ് ടെൻസിൽ ഐ പ്ലൂറൽ ആണ്, അതുകൊണ്ട് എന്തെഴുതി? ഹാവ് എഴുതി. ഐ ഹാവിൻ്റെ സീൻ എന്ന് എഴുതി. നെക്സ്റ്റ്, the train dashed to the station just now. Option A has come, option B is coming, option C are coming, option D had come. ഇവിടെ ആൻസർ ഓപ്ഷൻ എ ആണ്, ഹാസ് കം ആകുന്നു. എന്തുകൊണ്ട് നമ്മൾ ഹാസ് കം എന്ന ഓപ്ഷൻ എ ചൂസ് ചെയ്തു? ഇവിടെ നോക്കുക, ഒരു ടൈം വേർഡ് നമ്മൾ കണ്ടു, ജസ്റ്റ് നൗ. ജസ്റ്റ് നൗ എന്ന ടൈം വേർഡ് പ്രസന്റ് പെർഫെക്റ്റിന്റെ ടൈം വേർഡ് ആണ്. ഹാസ് ഓർ ഹാവ് പ്ലസ് V3 ആണ് പ്രസന്റ് പെർഫെക്റ്റിന്റെ ഫോർമാറ്റ്. ദ ട്രെയിൻ എന്ന സബ്ജക്റ്റ് സിംഗുലർ ആണ്, അതുകൊണ്ട് ഹാസ് എഴുതി പ്ലസ് V3 എഴുതി. കം ഇവിടെ V3 ആണ് കേട്ടോ. നമ്മുടെ കമ്മിന്റെ V2 ഫോം എന്താ? കെയിം ആണ്. V3 എന്താണ്? കം തന്നെയാണ് കേട്ടോ. അപ്പോൾ V1, V2, V3 ഫോമുകൾ കമ്മ്, കെയിം, കം എന്നാണ്. V1ഉം V3യും എന്താണ്? സെയിം ആണ്. ഹാസിന് ശേഷം വന്ന ഈ കം എന്താകുന്നു? V3 ആകുന്നു. ഹാസിനും ഹാവിനും ഹാർഡിനും ഒക്കെ ശേഷം കിടക്കുന്ന വെർബ് എല്ലായ്പ്പോഴും എന്ത് തന്നെയാണ്? V3 ആണെന്ന് മനസ്സിലാക്കുക. ദ ട്രെയിൻ ഡാഷ് ടു ദ സ്റ്റേഷൻ ജസ്റ്റ് നൗ. ഹാസ് കം, ഈസ് കമ്മിങ്, ആർ കമ്മിങ്, ഹാഡ് കം. ആൻസർ ഹാസ് കം. ഓക്കെ ആണേ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനകത്തോട്ട് പോകാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കേ. വൺ ഗേൾ സ്റ്റുഡൻറ് ഈസ് abstained dash the class. പ്രിപ്പോസിഷൻ എന്ന ടോപ്പിക്കിലെ ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ എ ഇൻ, ഓപ്ഷൻ ബി ഓഫ്, ഓപ്ഷൻ സി ഫ്രം, ഓപ്ഷൻ ഡി അറ്റ്. എന്തായിരിക്കും ആൻസർ? അബ്സ്റ്റെയിൻഡ് ഫ്രം ആണ്. അബ്സ്റ്റെയിൻഡ് ഫ്രം ആണ്. എന്തുകൊണ്ട്? അബ്സ്റ്റെയിൻ എന്ന വെർബിന് ശേഷം, ആ ഒരു വാക്കിന് ശേഷം ഉപയോഗിക്കേണ്ട പ്രിപ്പോസിഷൻ എന്താകുന്നു? ഫ്രം ആകുന്നു. അബ്സ്റ്റെയിൻ ഫ്രം, റിഫ്രെയിൻ ഫ്രം, സഫർ ഫ്രം, സഫറിങ് ഫ്രം, ഡിഫർ ഫ്രം, ഡിഫറൻറ്റ് ഫ്രം, ഡിഫേർഡ് ഫ്രം, ഡിഫറിങ് ഫ്രം. ഇങ്ങനെയൊക്കെ നമ്മൾ കാണാതെ പഠിച്ചു വെക്കണം. ഇതേപോലുള്ള കുറച്ച് വാക്കുകൾ വരും. ആ വാക്കുകൾക്കെല്ലാം ശേഷം വേർഡ്സ് ഫോളോയിങ് പ്രിപ്പോസിഷൻ, ഇന്ന പ്രിപ്പോസിഷൻ തന്നെ നമ്മൾ യൂസ് ചെയ്യണം. അങ്ങനെ അബ്സ്റ്റെയിൻ എന്ന വാക്കിനെ തുടർന്ന് ഉപയോഗിക്കേണ്ട പ്രിപ്പോസിഷൻ ഏതാണ്? ഫ്രം ആണ്. അപ്പോൾ അതേപോലെ നമുക്ക് ചോദിച്ചുകൊണ്ടിരിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ആദ്യം നമുക്ക് ഫ്രം പഠിക്കാം, പിന്നെ മറ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റ് പല പ്രിപ്പോസിഷനും വേർഡ്സ് ഫോളോയിങ് പ്രിപ്പോസിഷനും നമുക്ക് എന്താണ് പഠിച്ചു പോകാം. നോക്കേ, സഫർ ഫ്രം, സഫറിങ് ഫ്രം, സഫർ ഫ്രം, സഫറിങ് ഫ്രം. നിങ്ങളിത് റെക്കോർഡ് ചെയ്യുക. നിങ്ങളുടെ വോയിസിൽ റെക്കോർഡ് ചെയ്തിട്ട് പറഞ്ഞ് 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 പഠിക്കുക. സഫർ ഫ്രം, സഫറിങ് ഫ്രം. ഡിഫർ ഫ്രം, ഡിഫറൻറ്റ് ഫ്രം, ഡിഫർ ഫ്രം, ഡിഫറൻറ്റ് ഫ്രം, ഡിഫേർഡ് ഫ്രം, ഡിഫർ ഫ്രം, ഡിഫറൻറ്റ് ഫ്രം, ഡിഫേർഡ് ഫ്രം, ഡിഫറിങ് ഫ്രം, ഡിഫർ ഫ്രം, ഡിഫറൻറ്റ് ഫ്രം, ഡിഫേർഡ് ഫ്രം, ഡിഫറിങ് ഫ്രം. ഇപ്പോൾ നമ്മൾ പഠിച്ച അബ്സ്റ്റെയിൻ ഫ്രം, റിഫ്രെയിൻ ഫ്രം, അബ്സ്റ്റെയിൻ ഫ്രം, റിഫ്രെയിൻ ഫ്രം ഇമ്പോർട്ടൻ്റ് ആണ്. അബ്സ്റ്റെയിൻ ഫ്രം, റിഫ്രെയിൻ ഫ്രം. ഒന്നുകൂടെ, സഫർ ഫ്രം, സഫറിങ് ഫ്രം, ഡിഫർ ഫ്രം, ഡിഫറൻറ്റ് ഫ്രം, ഡിഫേർഡ് ഫ്രം, ഡിഫറിങ് ഫ്രം, അബ്സ്റ്റെയിൻ ഫ്രം, റിഫ്രെയിൻ ഫ്രം. അപ്പോൾ ഇങ്ങനത്തുള്ള ഏത് വാക്കുകൾ വന്നാലും അതിനുശേഷം നമുക്ക് എന്ത് ഉപയോഗിക്കാം? ഈ പ്രിപ്പോസിഷൻ തന്നെ ഉപയോഗിക്കാം. ഇനി ഞാനിങ്ങനെ വേർഡ്സ് ഫോളോയിങ് പ്രിപ്പോസിഷൻ പഠിപ്പിക്കുമ്പോൾ
ഞാൻ തരുന്ന വാക്കിൻ്റെ V1 ആയാലും ആ വെർബിൻ്റെ V1 ആയാലും V2 ആയാലും V3 ആയാലും ING ആയാലും ഇനി ആ വെർബിൻ്റെ സിംഗുലർ ആയാലും പ്ലൂറൽ ആയാലും എന്ത് വന്നാലും നിങ്ങൾ അതിനെ തുടർന്ന് എന്താണ് ആ വാക്ക് തന്നെ എഴുതിക്കോണം. അടുത്ത നമുക്ക് ഓഫിൻ്റെ കുറച്ച് പഠിക്കാം. ഇമ്പോർട്ടൻ്റ് ആണ്. അഫ്രൈഡ് ഓഫ്. നമുക്ക് ഈ പ്രിപ്പോസിഷനകത്ത് കുറേ കാര്യങ്ങൾ കൃത്യസമയത്തിന് മുൻപിൽ അറ്റ് ഉപയോഗിക്കണം. ഡേക്കും ഡേറ്റിനും മുൻപിൽ ഓൺ ഉപയോഗിക്കണം. മന്തിനും ഇയറിനും മുൻപിൽ ഇന്ന് ഉപയോഗിക്കണം. ഇങ്ങനെയൊക്കെ പറയുന്ന ഇതേപോലുള്ള കുറച്ച് എന്താണ് റൂളുകൾ നമുക്ക് പഠിക്കാനുണ്ട്. അതുകൂടാതെ അത്രയ്ക്ക് തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ വേർഡ്സ് ഫോളോയിങ് പ്രിപ്പോസിഷൻ. ഇതേപോലെ വരുന്ന വേർഡുകളെയൊക്കെ തുടർന്ന് നമ്മൾ എന്താണ് ഇന്ന പ്രിപ്പോസിഷൻസ് തന്നെയാണ് ഉപയോഗിക്കേണ്ടത്. ഓഫിൻ്റെ നമുക്കൊന്ന് പഠിച്ചു പോകാം. അഫ്രൈഡ് ഓഫ്, സ്റ്റിക്ക് ഓഫ്, പ്രൗഡ് ഓഫ്, ഡൈ ഓഫ്, ഡൈഡ് ഓഫ്, ഫോണ്ട് ഓഫ്. എന്തൊക്കെയാണ്? അഫ്രൈഡ് ഓഫ്, സ്റ്റിക്ക് ഓഫ്, പ്രൗഡ് ഓഫ്, ഡൈ ഓഫ്, ഡൈഡ് ഓഫ്, ഫോണ്ട് ഓഫ്. അടുത്തത് ഇഗ്നറന്റ് ഓഫ്, അഷെയിംഡ് ഓഫ്, അക്യൂസ്ഡ് ഓഫ്. ഇഗ്നറന്റ് ഓഫ്, അഷെയിംഡ് ഓഫ്, accused of, confident of, jealous of, envious of. Confident of, jealous of, envious of. Ignorant of, ashamed of, accused of. Confident of, jealous of, envious of. പോഫിൻ്റെ ഒന്നുകൂടെ afraid of, stick of, proud of, die of, died of, fond of, ignorant of, ashamed of, accused of, confident of, jealous of, envious of. ഇനി നമുക്ക് ഇന്നിൻ്റെ പഠിക്കാം. ഇൻ. എന്തൊക്കെ വേർഡുകളെ വെർബുകളെ തുടർന്ന് നമ്മൾ ഇൻ പ്രിപ്പോസിഷൻ ഉപയോഗിക്കും? ഇതൊക്കെയാണ്. ഇൻവോൾവ് ഇൻ, ഇൻവോൾവ്ഡ് ഇൻ, ഇൻവോൾവ് ഇൻ, ഇൻവോൾവ്ഡ് ഇൻ, ഇൻട്രസ്റ്റഡ് ഇൻ, ഇൻവോൾവ് ഇൻ, ഇൻവോൾവ്ഡ് ഇൻ, ഇൻട്രസ്റ്റഡ് ഇൻ. മൂന്നെണ്ണം പഠിച്ചേ. ഇൻവോൾവ് ഇൻ, ഇൻവോൾവ്ഡ് ഇൻ, ഇൻട്രസ്റ്റഡ് ഇൻ. ഇത് കാണാതെ പഠിക്കാൻ നിൽക്കരുത്. എല്ലാം കൂടെ കാണാതെ പഠിക്കുമ്പോൾ നമുക്ക് ഒരുപാട് സമയം അങ്ങ് പോകും. വായിക്കുക, നിരന്തരം വായിക്കുക. ഡെയിലി ഒരു 2 വട്ടമെങ്കിലും ഇതെടുത്ത് വായിക്കുക. റിസൾട്ട് ഇൻ, റിസൾട്ടഡ് ഇൻ, റിസൾട്ട് ഇൻ, റിസൾട്ടഡ് ഇൻ, റിസൾട്ട് ഇൻ, റിസൾട്ടഡ് ഇൻ. അബ്സോർബ്ഡ് ഇൻ, ബിലീവ്ഡ് ഇൻ, അബ്സോർബ്ഡ് ഇൻ, ബിലീവ്ഡ് ഇൻ. ഇപ്പോൾ ഒന്നുകൂടെ. ഇൻവോൾവ് ഇൻ, ഇൻവോൾവ്ഡ് ഇൻ, ഇൻട്രസ്റ്റഡ് ഇൻ. റിസൾട്ട് ഇൻ, റിസൾട്ടഡ് ഇൻ, അബ്സോർബ്ഡ് ഇൻ, ബിലീവ്ഡ് ഇൻ. അടുത്തത് ഫെയ്ത്ത് ഇൻ, ഇമ്മേഴ്സ്ഡ് ഇൻ, ഫെയ്ത്ത് ഇൻ, ഇമ്മേഴ്സ്ഡ് ഇൻ, ഫെയ്ത്ത് ഇൻ, ഇമ്മേഴ്സ്ഡ് ഇൻ. എക്സൽ ഇൻ, ഇൻഡൾജ് ഇൻ, എൻഗേജ് ഇൻ, ഡിലൈറ്റ് ഇൻ. എക്സൽ ഇൻ, ഇൻഡൾജ് ഇൻ, എൻഗേജ് ഇൻ, ഡിലൈറ്റ് ഇൻ. വൺസ് മോർ. ഇൻവോൾവ് ഇൻ, ഇൻവോൾവ്ഡ് ഇൻ, ഇൻട്രസ്റ്റഡ് ഇൻ. റിസൾട്ട് ഇൻ, റിസൾട്ടഡ് ഇൻ, അബ്സോർബ്ഡ് ഇൻ, ബിലീവ്ഡ് ഇൻ, ഫെയ്ത്ത് ഇൻ, ഇമ്മേഴ്സ്ഡ് ഇൻ, എക്സൽ ഇൻ, ഇൻഡൾജ് ഇൻ, എൻഗേജ് ഇൻ, ഡിലൈറ്റ് ഇൻ. നെക്സ്റ്റ്. ഇൻക്രീസ് ഇൻ, ഇൻവെസ്റ്റ് ഇൻ, ഇൻക്രീസ് ഇൻ, ഇൻവെസ്റ്റ് ഇൻ, പെർസിസ്റ്റ് ഇൻ, റിവീൽ ഇൻ, സക്സീഡ് ഇൻ. ഇൻക്രീസ് ഇൻ, invest in, persist in, reveal in, succeed in. By involve in, involved in, interested in, result in, resulted in, absorbed in, believed in, faith in, immersed in, excel in, indulge in, engage in, delight in, increase in, invest in, persist in, reveal in, succeed in. Okay. അടുത്തത് ഓൺ. കൺഗ്രാറ്റുലേറ്റ് ഓൺ, കൺഗ്രാറ്റുലേറ്റ് ഓൺ, കോൺസെൻട്രേറ്റ് ഓൺ, കോംപ്ലിമെൻറ്റ് ഓൺ. കൺഗ്രാറ്റുലേറ്റ് ഓൺ, കോൺസെൻട്രേറ്റ് ഓൺ, കോംപ്ലിമെൻറ്റ് ഓൺ. കൺഗ്രാറ്റുലേറ്റ് ഓൺ, കോൺസെൻട്രേറ്റ് ഓൺ, കോംപ്ലിമെൻറ്റ് ഓൺ. ഡിപ്പെൻഡൻസ് ഓൺ, ഡിപ്പെൻഡൻറ്റ് ഓൺ, ഡിപ്പെൻഡ് ഓൺ, ഡിസിഷൻ ഓൺ. ഇതൊക്കെയാണ്. ഡിപ്പെൻഡൻസ് ഓൺ, ഡിപ്പെൻഡൻറ്റ് ഓൺ, ഡിപ്പെൻഡ് ഓൺ, ഡിസിഷൻ ഓൺ. ഞാൻ പറയുന്നത് കണ്ടോ? അതേപോലെ നിർത്തി ഡെയിലി പറയുക. നമ്മൾ പോലും അറിയാതെ നമ്മുടെ മൈൻഡിൽ ഇത് വരും. ക്വസ്റ്റിനകത്ത് ആ വേർഡ് കാണുമ്പോൾ തന്നെ നിങ്ങൾ അതിനോടൊപ്പം അറിയാതെ തന്നെ എന്താണ് ആ വേർഡ് പറഞ്ഞിരിക്കും.
അപ്പം കൺഗ്രാറ്റുലേറ്റ് ഓൺ, കോൺസെൻട്രേറ്റ് ഓൺ, കോംപ്ലിമെന്റ് ഓൺ, ഡിപ്പെൻഡൻസ് ഓൺ, ഡിപ്പെൻഡൻറ്റ് ഓൺ, ഡിപ്പെൻഡ് ഓൺ, ഡിസിഷൻ ഓൺ. ഇൻഫ്ലുവൻസ് ഓൺ, ഇൻസിസ്റ്റ് ഓൺ, ഇൻഫ്ലുവൻസ് ഓൺ, ഇൻസിസ്റ്റ് ഓൺ, ഇൻസിസ്റ്റഡ് ഓൺ, ഒന്നുകൂടെ ഇൻഫ്ലുവൻസ് ഓൺ, ഇൻസിസ്റ്റ് ഓൺ, ഇൻസിസ്റ്റഡ് ഓൺ, ഇന്റൻറ്റ് ഓൺ, മെഡിറ്റേഷൻ ഓൺ, റിഫ്ലക്ഷൻ ഓൺ, റിലേ ഓൺ, കീൻ ഓൺ, റിലേ ഓൺ, കീൻ ഓൺ. പലതവണ ക്വസ്റ്റ്യൻ വന്നതാണ്. ഇൻഫ്ലുവൻസ് ഓൺ, ഇൻസിസ്റ്റ് ഓൺ, ഇൻസിസ്റ്റഡ് ഓൺ, ഇന്റൻറ്റ് ഓൺ, മെഡിറ്റേഷൻ ഓൺ, റിഫ്ലക്ഷൻ ഓൺ, റിലേ ഓൺ, keen on. Once more. Congratulate on, concentrate on, compliment on, dependence on, dependent on, depend on, decision on, influence on, insist on, insisted on, intent on, meditation on, reflection on, relay on, keen on. ഇനി നമ്മൾ അറ്റിലോട്ട് പോവുകയാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്തൊക്കെയാണ്? ലുക്ക് അറ്റ്, ഗെയ്സ് അറ്റ്, ഗ്ലാൻസ് അറ്റ്, ലുക്ക് അറ്റ്, ഗെയ്സ് അറ്റ്, ഗ്ലാൻസ് അറ്റ്, സ്റ്റെയർ അറ്റ്, പിയർ അറ്റ്, എയിം അറ്റ്, സ്റ്റെയർ അറ്റ്, പിയർ അറ്റ്, എയിം അറ്റ്. വൺസ് മോർ. ലുക്ക് അറ്റ്, ഗെയ്സ് അറ്റ്, ഗ്ലാൻസ് അറ്റ്, സ്റ്റെയർ അറ്റ്, പിയർ അറ്റ്, എയിം അറ്റ്. നോക്ക് അറ്റ്, ഗസ് അറ്റ്, സ്മൈൽ അറ്റ്, നോക്ക് അറ്റ്, ഗസ് അറ്റ്, സ്മൈൽ അറ്റ്, knock at, guess at, smile at. ഒന്നുകൂടെ. look at, gaze at, glance at, stare at, peer at, aim at, knock at, guess at, smile at. next, wonder at, peep at, wonder at, peep at, wonder at, peep at. hind at, laugh at, hind at, laugh at. wonder at, peep at, hind at, laugh at, mock at, point at, mock at, point at, mock at, point at. astonished at, connive at, surprised at, astonished at, connive at, surprised at, astonished at, connive at, surprised at. ഒന്നുകൂടെ. wonder at, peep at, hind at, laugh at, mock at, point at, astonished at, connive at, surprised at. look at, gaze at, glance at, stare at, peer at, aim at, knock at, guess at, smile at, wonder at, peep at, hind at, laugh at, mock at, point at, astonished at, connive at, surprised at. കണ്ടോ? ഈ ഒരു ഫ്ലോയിൽ പറഞ്ഞുകൊണ്ടേ ഇരിക്കുക, കിട്ടും. അടുത്ത 2ൻ്റെ നമുക്ക് നോക്കാം. മോസ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. 2 ഇതൊക്കെ പഠിക്കാം. സുപ്പീരിയർ ടു, ഇൻഫീരിയർ ടു, എപ്പോഴും ക്വസ്റ്റ്യൻ വരുന്നതാണ്. സുപ്പീരിയർ ടു, ഇൻഫീരിയർ ടു, സീനിയർ ടു, ജൂനിയർ ടു, സീനിയർ ടു, ജൂനിയർ ടു, പ്രിഫർ ടു, റെഫർ ടു, പ്രിഫർ ടു, റെഫർ ടു, പ്രിഫർ ടു, റെഫർ ടു, പ്രിഫർ ടു, റെഫർ ടു. ഇത്രയും ഇല്ലാത്ത മത്സര പരീക്ഷകളിൽ ഇത്രയും കാര്യങ്ങൾ ചോദിച്ചിട്ടില്ലാത്ത ഒരു മത്സര പരീക്ഷയില്ല. പ്രിപ്പോസിഷൻ എന്ന ടോപ്പിക്കുള്ള ഏത് എക്സാമിനും ഏതെങ്കിലും പ്രാവശ്യമൊക്കെ ചോദിക്കുന്നതാണ്. ഈ ഒരു ഭാഗത്ത് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ വന്നതാണ് ഇത്രയും കാര്യങ്ങൾ. സുപ്പീരിയർ ടു, ഇൻഫീരിയർ ടു, സീനിയർ ടു, ജൂനിയർ ടു, പ്രിഫർ ടു ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചതാണ്. പ്രിഫർ ടു, റെഫർ ടു. അടുത്ത സിമിലർ ടു, സബ്ജക്റ്റ് ടു, ഒബ്ജക്റ്റ് ടു, സിമിലർ ടു, സബ്ജക്റ്റ് ടു, ഒബ്ജക്റ്റ് ടു, ഡ്യൂ ടു, ട്രൂ ടു, ഡ്യൂ ടു, ട്രൂ ടു, ഡ്യൂ ടു, ട്രൂ ടു. അടുത്തത് അഡിക്റ്റഡ് ടു, ആമിബിൾ ടു, അഡിക്റ്റഡ് ടു, ആമിബിൾ ടു, അഡിക്റ്റഡ് ടു, ആമിബിൾ ടു, ലോയൽ ടു, ഫെയ്ത്ത്ഫുൾ ടു, ലോയൽ ടു, ഫെയ്ത്ത്ഫുൾ ടു. ഒന്നുകൂടെ. ഡ്യൂ ടു, ട്രൂ ടു, അഡിക്റ്റഡ് ടു, ആമിബിൾ ടു, ലോയൽ ടു, ഫെയ്ത്ത്ഫുൾ ടു. റോയൽ ടു, ഇൻഡിഫറൻറ്റ് ടു, ഹാർംഫുൾ ടു, റോയൽ ടു, ഇൻഡിഫറൻറ്റ് ടു, ഹാർംഫുൾ ടു, റോയൽ ടു, ഇൻഡിഫറൻറ്റ് ടു, ഹാർംഫുൾ ടു. ഡ്യൂ ടു, ട്രൂ ടു, അഡിക്റ്റഡ് ടു, amiable to, loyal to, faithful to, royal to, indifferent to, harmful to. ഇപ്പം തന്നെ പഠിച്ചു പോണേ. explain to, lead to, occur to,
explain to, lead to, occur to, explain to, lead to, occur to, access to, attend to, devoted to, limit to, submission to. ഇതൊക്കെയാണ് explain to, lead to, occur to. Access to, attend to, devoted to, limit to, submission to. Explain to, lead to, occur to, access to, attend to, devoted to, limit to, submission to. ഓക്കെ ആണ്. ഇപ്പം ടൂവിൻ്റെയും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് നോക്കാം വിത്തിൻ്റെ കൂടി പഠിക്കാം. എന്തൊക്കെയാണ്? ചാർജ്ഡ് വിത്ത്, സാറ്റിസ്ഫൈഡ് വിത്ത്, സിമ്പതൈസ്ഡ് വിത്ത്, കോമ്പീറ്റ് വിത്ത്, ഇൻഫെസ്റ്റഡ് വിത്ത്. ചാർജ്ഡ് വിത്ത്, സാറ്റിസ്ഫൈഡ് വിത്ത്, സിമ്പതൈസ്ഡ് വിത്ത്, കോമ്പീറ്റ് വിത്ത്, ഇൻഫെസ്റ്റഡ് വിത്ത്. ചാർജ്ഡ് വിത്ത്, സാറ്റിസ്ഫൈഡ് വിത്ത്, സിമ്പതൈസ്ഡ് വിത്ത്, കോമ്പീറ്റ് വിത്ത്, ഇൻഫെസ്റ്റഡ് വിത്ത്. അപ്പം ഇത്രയും കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിരിക്കുക. ഞാനൊന്ന് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. മീൻസ് നിങ്ങൾ വായിക്കുന്നതിനേക്കാളും നമ്മുടേതായ ഒരു ഓളത്തിൽ തരുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഒന്ന് സ്ട്രൈക്ക് ചെയ്യും. അതുകൊണ്ടാണ് റിപ്പീറ്റ് ചെയ്തത്. അതേപോലെ നിങ്ങളുടെ സൗണ്ടിൽ നിങ്ങൾ റെക്കോർഡ് ചെയ്ത് ജോലി ചെയ്യുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും ഒക്കെ കേട്ടാൽ മാത്രം മതി. അതിരുന്ന് കാണാതെ പഠിക്കേണ്ട. റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക, കേട്ട് പഠിക്കുക. Which is the sentence in which present perfect continuous form is used? നമുക്ക് താഴെ തന്നിട്ടുള്ളവയിൽ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിൻ്റെ ടെൻസ് ഫോർമാറ്റിൽ കൊടുത്തിരിക്കുന്ന സെൻറ്റൻസ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ, ഷീ ഹാഡ് ബീൻ വെയിറ്റിംഗ് ഫോർ us സിൻസ് 8 o'clock. ഓപ്ഷൻ ബി, വി ഹാവ് ബീൻ ടു ബോംബെ 2 weeks ago. ഓപ്ഷൻ സി, they are all reading the lesson loudly. Option D, I have been waiting for her father in the railway station. ഇവിടെ ആൻസർ ഏതായിരിക്കും? പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിൻ്റെ ഫോമിൽ കൊടുത്തിരിക്കുന്ന ആൻസർ ഏതാകുന്നു? ഓപ്ഷൻ ഡി ആകുന്നു. I have been waiting for her father at the railway station. ഇതാണ് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിൻ്റെ ടെൻസ് ഫോർമാറ്റിൽ കൊടുത്തിരിക്കുന്ന സെൻറ്റൻസ്. സബ്ജക്റ്റ് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് ബീൻ പ്ലസ് ing ഫോം ഓഫ് ദ വെർബ് പ്ലസ് ഒബ്ജക്റ്റ്. ഇതാണ് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിൻ്റെ ടെൻസ് ഫോർമാറ്റ്. സബ്ജക്റ്റ് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് ബീൻ പ്ലസ് ing ഫോം ഓഫ് ദ വെർബ് പ്ലസ് ഒബ്ജക്റ്റ്. സബ്ജക്റ്റ് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് ബീൻ പ്ലസ് ing ഫോം ഓഫ് ദ വെർബ് പ്ലസ് ഒബ്ജക്റ്റ്. ഈ ഫോർമാറ്റിൽ കിടക്കുന്ന സെൻറ്റൻസ് ഓപ്ഷൻ ഡി മാത്രമാണ്. സോ ഡി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. എക്സ്പ്ലനേഷൻ ആണ് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിൻ്റെ ഫോർമാറ്റ്. സബ്ജക്റ്റ് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് been plus ing form of the verb plus object. അടുത്ത ക്വസ്റ്റ്യൻ, she speaks as if she dash ബ്രാക്കറ്റിൽ ബി ഉണ്ട് an expert. ബി മീൻസ് ബിയുടെ വിവിധ രൂപങ്ങൾ എന്ന് പറയുമ്പോൾ ഏതാ? ഈസ്, ആം, ആർ, വാസ്, വെയർ, ബീൻ, ബീയിങ്. ഇതൊക്കെയാണ് ബിയുടെ വിവിധ രൂപങ്ങൾ. ബിയുടെ പ്രസൻറ്റ് ഫോം ഈസ്, ആം, ആർ, പാസ്റ്റ് ഫോം V2 ഫോം വാസ്, വെയർ, V3 ഫോം ബീൻ, ing ഫോം ബീയിങ്. ഇങ്ങനെയാണ്. അപ്പോൾ നോക്കേ, ഹി സ്പീക്സ് ആസ് ഇഫ് ഷി ഡാഷ് ബി ബ്രാക്കറ്റിൽ ബി ആൻ എക്സ്പേർട്ട്. ഓപ്ഷൻ എ വെയർ, ഓപ്ഷൻ ബി വാസ്, ഓപ്ഷൻ സി ഈസ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. അപ്പം നിങ്ങൾ നോക്കേ, ഇത് ആസിഫിൻ്റെ റൂളാണ്. അപ്പോൾ ആസിഫ് വരുമ്പോൾ നമ്മൾ നോക്കേണ്ടുന്നത് ഈ ആസിഫിന് മുൻപിൽ കിടക്കുന്ന വെർബ് നോക്കുക. ഇവിടെ ആസിഫിന് മുമ്പിൽ കിടക്കുന്നത് സ്പീക്സ് ആണ്. സ്പീക്സ് എന്ന് പറയുമ്പോൾ അതെന്താണ്? വെർബിൻ്റെ V1 ഫോമാണ്. അപ്പോൾ ആസിഫിന് മുമ്പ് V1 വന്നാൽ ആസിഫിന് ശേഷം V2 ആണ് ഉപയോഗിക്കേണ്ടത്. ഓക്കെ, ആസിഫിന് ശേഷം സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് വന്നാൽ ആസിഫിന് ശേഷം
സിമ്പിൾ പാസ്റ്റ് ആണ് ഉപയോഗിക്കേണ്ടത്. സബ്ജക്റ്റിന് ശേഷം V2 ഫോമാണ് ഉപയോഗിക്കേണ്ടത്. ഇവിടെ ആൻസർ ഏതെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ എ വേറാണ്. അപ്പോൾ ഈസ് വരില്ല, അത് V1 ആണ്. വാസ് V2 ആണല്ലോ, എന്തുകൊണ്ട് എഴുതിയില്ല? ശ്രദ്ധിക്കുക, ആസിഫിന് മുൻപ് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് വന്നാൽ ആസിഫിന് ശേഷവും സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ് ഉപയോഗിക്കുക. ആസിഫിന് മുൻപ് സിമ്പിൾ പ്രസൻറ്റ് വന്നാൽ ആസിഫിന് ശേഷം സിമ്പിൾ പാസ്റ്റ് ആണ് ഉപയോഗിക്കുക. സബ്ജക്റ്റ് സിംഗുലർ ആയാലും അവിടെ ആൻസർ എന്തേ എഴുതാവൂ? വേറെ എഴുതാവൂ. കേട്ടോ, ശ്രദ്ധിക്കുക. കറക്റ്റായിട്ട് റൂളായിട്ട് എഴുതി കാണിക്കാം. ആസിഫിന് മുൻപ് വരുന്ന ഭാഗം സിമ്പിൾ പ്രസന്റ് ആണെങ്കിൽ ആസിഫിന് ശേഷം വരുന്ന ഭാഗവും എന്തായിരിക്കണം? സിമ്പിൾ പാസ്റ്റിൽ ആയിരിക്കണം. ആസിഫിന് മുൻപ് വരുന്ന ഭാഗം സിമ്പിൾ പ്രസന്റ് ആണെങ്കിൽ ആസിഫിന് ശേഷം വരുന്ന ഭാഗം സിമ്പിൾ പാസ്റ്റിലായിരിക്കണം. അപ്പോൾ നമ്മുടെ സബ്ജക്റ്റ് സിംഗുലർ ആയാലും പ്ലൂറൽ ആയാലും നമ്മൾ എന്ത് തന്നെ എഴുതാവൂ? വേറെ തന്നെ എഴുതാവൂ. അതുകൊണ്ടാണ് ഇവിടെ വാസ് ഉണ്ടായിട്ടും എന്തെഴുതിയത്? വേറെ എഴുതിയത്. ഓക്കെ, അപ്പോൾ നോക്കുക, ആസിഫിന് മുൻപ് വരുന്ന ഭാഗം സിമ്പിൾ പ്രസന്റ് ആണെങ്കിൽ ആസിഫിന് ശേഷം വരുന്ന ഭാഗം സിമ്പിൾ പാസ്റ്റ് ആയിരിക്കണം. ആസിഫിന് മുമ്പ് സിമ്പിൾ പ്രസന്റ് വന്നാൽ ആസിഫിന് ശേഷം സിമ്പിൾ പാസ്റ്റ് ഉപയോഗിക്കുക. സിമ്പിൾ പ്രസന്റ് സബ്ജക്ട് പ്ലസ് V1, സിമ്പിൾ പാസ്റ്റ് സബ്ജക്ട് പ്ലസ് V2 ആണ്. ഒരു എക്സാമ്പിൾ ഇവിടെ നോക്കിയാലോ. ഹി ബിഹേവ്സ് ആസ് ഇഫ് ഹി ഡാഷ് എ ഹീറോ. ഓപ്ഷൻ എ ഈസ്, ഓപ്ഷൻ ബി വാസ്, ഓപ്ഷൻ സി വെയർ, ഓപ്ഷൻ ഡി ഹാഡ് ബീൻ. ഇവിടെ ആൻസർ എന്തായിരിക്കും? വേറാണ്. നമ്മൾ നോക്കി, നമ്മൾ പഠിച്ചു. ഇവിടെ ആസിഫിന് മുൻപ് വന്നിരിക്കുന്നത് എന്താകുന്നു? ബിഹേവ്സ് സബ്ജക്ട് പ്ലസ് V1 ആണ്, സിമ്പിൾ പ്രസന്റ് ആണ്. അപ്പോൾ ആസിഫിന് ശേഷവും എന്തുപയോഗിക്കുക? ആസിഫിന് ശേഷം അപ്പോൾ എന്തുപയോഗിക്കുക? സിമ്പിൾ പാസ്റ്റ് ഉപയോഗിക്കുക. സബ്ജക്റ്റിന് ശേഷം V2 ഉപയോഗിക്കുക. വാസും വേറും കാണും ഓപ്ഷൻ ഇ. സിംഗുലർ ആണെങ്കിലും പ്ലൂറൽ ആണെങ്കിലും നിങ്ങൾ വാസും വേറും വരുമ്പോൾ എന്ത് തന്നെ എഴുതിയാൽ മതി? വെയർ തന്നെ എഴുതിയാൽ മതി. ഹി സിംഗുലർ ആണെന്ന് പറഞ്ഞ് വാസ് എഴുതാൻ നിൽക്കരുത്. ആസിഫിന് മുമ്പ് സിമ്പിൾ പ്രസന്റ് വന്നാൽ ആസിഫിന് ശേഷം സിമ്പിൾ പാസ്റ്റ് ആണ് ഉപയോഗിക്കേണ്ടത്. അവിടുത്തെ സബ്ജക്റ്റ് സിംഗുലർ ആയാലും പ്ലൂറൽ ആയാലും നിങ്ങൾ വേറെ തന്നെ ഉപയോഗിച്ചാൽ മതി. അടുത്ത ക്വസ്റ്റ്യൻ. ദ ചൈൽഡ് ക്രൈഡ് ആസ് ഇഫ് ഹി ഡാഷ് എ ഗോസ്റ്റ്. ഓപ്ഷൻ എ സീ, ഓപ്ഷൻ ബി സീൻ, ഓപ്ഷൻ സി സോ, ഓപ്ഷൻ ഡി ഹാഡ് സീൻ. ഇവിടെ ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഹാഡ് സീൻ ആണ്. നോക്കുക, ഇവിടെ ആസിഫ് വന്നിരിക്കുന്നു. നേരത്തെ നമ്മുടെ ആസിഫിന് മുമ്പ് എന്താ വന്നത്? ആസിഫിന് മുമ്പ് സിമ്പിൾ പ്രസന്റ് ആണ് വന്നത്. അപ്പോൾ നമ്മൾ എന്തുപയോഗിച്ചു? സിമ്പിൾ പാസ്റ്റ് ഉപയോഗിച്ചു ആസിഫിന് ശേഷം. ഇവിടെ ആസിഫിന് മുമ്പ് വന്നിരിക്കുന്നത് ദ ചൈൽഡ് ക്രൈഡ്. ഇവിടെ സിമ്പിൾ പാസ്റ്റ് ആണ്, സബ്ജക്ട് പ്ലസ് V2 ആണ് വന്നിരിക്കുന്നത്. സബ്ജക്ട് പ്ലസ് V2. ദ ചൈൽഡ് എന്ന സബ്ജക്റ്റിന് ശേഷം ക്രൈഡ് എന്ന V2 ഫോം വന്നു. അപ്പോൾ ആസിഫിന് മുമ്പ് സിമ്പിൾ പാസ്റ്റ് വന്നു. അപ്പോൾ ആസിഫിന് മുമ്പ് സിമ്പിൾ പാസ്റ്റ് വന്നാൽ ആസിഫിന് ശേഷം എന്താണ്? ഹാഡ് പ്ലസ് V3. പാസ്റ്റ് പെർഫെക്റ്റ് ആണ് വരേണ്ടുന്നത്. പാസ്റ്റ് പെർഫെക്റ്റ് ആണ് വരേണ്ടുന്നത്. ആസിഫിന് മുൻപിൽ സിമ്പിൾ പാസ്റ്റ് വന്നാൽ ആസിഫിന് ശേഷം പാസ്റ്റ് പെർഫെക്റ്റ്. സിമ്പിൾ പാസ്റ്റിന്റെ ഫോർമാറ്റ് സബ്ജക്ട് പ്ലസ് V2, പാസ്റ്റ് പെർഫെക്റ്റിന്റെ ഫോർമാറ്റ് സബ്ജക്ട് പ്ലസ് ഹാഡ് പ്ലസ് V3യുമാണ്. ഇവിടെ ഓപ്ഷൻ ഏതാ? ഹാഡ് സീൻ ആണ് V3. സീ, സോ, സീൻ. V1, V2, V3 ഫോം ഇതാണ്. ഹാഡ് പ്ലസ് V3, സീൻ ഉപയോഗിച്ചു. ഓക്കെ ആണ്. അപ്പം ആ റൂളും നമുക്കൊന്ന് കണ്ടുപോകാം. ആസിഫിന് മുൻപ് സിമ്പിൾ പാസ്റ്റ് ആണെങ്കിൽ ആസിഫിന് ശേഷം വരുന്ന ഭാഗം പാസ്റ്റ് പെർഫെക്റ്റ് ആയിരിക്കണം. മീൻസ് ഹാഡ് പ്ലസ് V3 ആയിരിക്കണം. ഒരു എക്സാമ്പിളോടെ നോക്കിയാലോ. ഹി സ്പോക്ക് ആസ് ഇഫ് ഹി ഡാഷ് ദ ആൻസർ. എന്തായിരിക്കും ആൻസർ? നോ ഉണ്ട്, നോസ് ഉണ്ട്, ന്യൂ ഉണ്ട്, ഹാഡ് നോൺ ഉണ്ട്. ഓക്കെ, ഇവിടെ ആസിഫിന് മുമ്പ് വന്നിരിക്കുന്നത് എന്താ? സ്പീക്ക്, സ്പോക്ക്, സ്പോക്കൺ എന്നാണ്. അപ്പോൾ ഇവിടെ എന്താ? സ്പോക്കാണ് വന്നിരിക്കുന്നത്. സബ്ജക്ട് പ്ലസ് V2 ആണ്. സിമ്പിൾ പാസ്റ്റ് ആണ്. ആസിഫിന് മുൻപ് സിമ്പിൾ പാസ്റ്റ് വന്നു.
ആസിഫിന് മുമ്പ് സിമ്പിൾ പാസ്റ്റ് വന്നാൽ ആസിഫിന് ശേഷം പാസ്റ്റ് പെർഫെക്റ്റ് ആണ് ഉപയോഗിക്കേണ്ടുന്നത്. ഹാഡ് പ്ലസ് V3 ആണ് ഉപയോഗിക്കേണ്ടുന്നത്. സോ ഹി ഹാഡ് നോൺ എന്ന് ഉപയോഗിച്ചു. അവിടെയും നോ V1, ന്യൂ V2, നോ ന്യൂ നോൺ, നോൺ V3 ആണ് കേട്ടോ. നോ ന്യൂ നോൺ എന്നാണ്. അപ്പോൾ നോക്കിയാൽ ആസിഫിന് മുമ്പ് സിമ്പിൾ പ്രസൻറ്റ് വന്നാൽ ആസിഫിന് ശേഷം സിമ്പിൾ പാസ്റ്റ്. ആസിഫിന് മുമ്പ് സിമ്പിൾ പാസ്റ്റ് വന്നാൽ ആസിഫിന് ശേഷം പാസ്റ്റ് പെർഫെക്റ്റ്. ഓക്കെ ആണേ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനകത്തോട്ട് പോകാം. Choose the sounds of animals or creatures from the following. Choose the sound of animals or creatures from the following. അതായത് ഈ ജീവികളുടെയൊക്കെ സൗണ്ട് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആറാമത്തെ ക്വസ്റ്റ്യൻ ഫ്രോഗ്സ്. ഫ്രോഗിൻ്റെ സൗണ്ട് ഏതാണ്? ക്രൈ, ക്രോക്ക്, ബാർക്ക്, റോർ. ഏതാണ് ഫ്രോഗിൻ്റെ സൗണ്ട്? ക്രോക്ക് ആണ് കേട്ടോ. ക്രോക്ക്. ഫ്രോഗ് ക്രോക്ക്. ഫ്രോഗ് കരയുന്ന ക്രോക്ക് ക്രോ എന്ന് കരയുന്ന കേട്ടില്ലയോ? അപ്പോൾ ഫ്രോഗ് ക്രോക്ക്. ഡിയറിൻ്റെ സൗണ്ട് എന്താണ്? ഡിയർ ബെല്ലാണ്. ഡിയർ ബെൽ. അപ്പോൾ നോക്കേ, ഫ്രോഗിൻ്റെ സൗണ്ട് ക്രോക്കാണ്, ഡിയറിൻ്റെ സൗണ്ട് എന്താണ്? ബെല്ലാണ്. അപ്പോൾ നമുക്ക് കുറച്ച് സൗണ്ട്സ് ഒന്ന് പഠിച്ചു പോയാലോ? കുറച്ച് അനിമൽസിൻ്റെ സൗണ്ട്സ് നമുക്കൊന്ന് പഠിച്ചു പോകാം. നോക്കുക. ഏപ്സിൻ്റെ സൗണ്ട് എന്താണ്? ഏപ്സിൻ്റെ സൗണ്ട് ഗിബ്ബർ ആണ്. ഗിബ്ബർ. ആൾക്കുരങ്ങ്. ഏപ്സ് ഗിബ്ബർ. ആസ് ബ്രേ. ബിയർ ഗ്രൗൾ. ബിയറിൻ്റെ സൗണ്ട് ഗ്രൗൾ. ബേർഡ്സിൻ്റെ സൗണ്ട്സ് എന്തൊക്കെയാണ്? ചിർപ്പുണ്ട്, ട്വിറ്ററുണ്ട്, സോങ്. ചിർപ്പ്, ട്വിറ്റർ, സോങ്. ഇതൊക്കെ ബേർഡ്സിൻ്റെ സൗണ്ടായിട്ട് നമുക്ക് എടുക്കാം. അത് ക്യാമൽ, പിഗ്, സീബ്ര. ഇവയുടെ മൂന്നിൻ്റെ സൗണ്ട് എന്താണ്? ഗ്രൗണ്ട് ആണ് കേട്ടോ. ഗ്രണ്ട്. അപ്പോൾ നോക്കാം. ഏപ്സ് ഗിബ്ബർ, ആസ് ബ്രേ, ബിയർ ഗ്രൗൾ, ബേർഡ്സ് ചിർപ്പ്, ട്വിറ്റർ, സോങ്, ക്യാമൽ, പിഗ്, സീബ്ര, ഗ്രണ്ട്. ക്യാറ്റ് നമ്മൾ എഴുതും മ്യാവ് മ്യാവ് എന്നല്ലേ ക്യാറ്റ് കരയുന്നത്? മ്യാവ്, പെർ. അടുത്ത ഡോവ് കൂ. ഡക്ക് ക്വാക്ക്. അപ്പോൾ ഒന്നുകൂടെ. ഏപ്സ് ഗിബ്ബർ, ആസ് ബ്രേ, ബിയർ ഗ്രൗൾ, ബേർഡ്സ് ചിർപ്പ്, ട്വിറ്റർ, സോങ്, ക്യാമൽ, പിഗ്, സീബ്ര, ഗ്രണ്ട്, ക്യാറ്റ് മ്യാവ്, പെർ, ഡോവ്, കൂ, ഡക്ക്, ക്വാക്ക്. നെക്സ്റ്റ് ഈഗിൾ, വൾച്ചർ. കഴുകനാണ് ഈ വൾച്ചർ എന്ന് പറയുന്നത് കേട്ടോ. എന്താണ് ഈഗിളിൻ്റെയും വൾച്ചറിൻ്റെയും സൗണ്ട്? സ്ക്രീം ആണ്. സ്ക്രീം. ഈഗിൾ, വൾച്ചർ, സ്ക്രീം. എലിഫന്റ്, ട്രംപറ്റ്. ട്രംപറ്റിംഗ്. അടുത്ത ഫ്ലൈസ്, ബസ്. ഫ്രോഗ്, ക്രോക്ക്. നമുക്കിപ്പോൾ ചോദിച്ച ഇതാണ്. ഫ്രോഗ്, ക്രോക്ക്. ഫോക്സ്, ഹൗൾ. ഹെൻ, ക്ലക്ക്. ജാക്കൽ, ഹൗൾ. ഒരിടത്തിൽ കുറുക്കനൊക്കെ. ജാക്കൽ, ഹൗൾ. അടുത്ത മങ്കി, ചാറ്റ്. മങ്കിയൊക്കെ ചാറ്റ് ചെയ്യുക. മങ്കി ചാറ്റ്. ഈഗിൾ, വൾച്ചർ, സ്ക്രീം. എലിഫന്റ്, ട്രംപറ്റിംഗ്. ഫ്ലൈസ്, ബസ്. ഫ്രോഗ്, ക്രോക്ക്. ഫോക്സ്, ഹൗൾ. ഹെൻ, ക്ലക്ക്. ജാക്കൽ, ഹൗൾ. മങ്കി, ചാറ്റ്. ഒന്നുകൂടെ കേട്ടങ്ങ് പഠിക്കുക. ഏപ്സ് ഗിബ്ബർ, ആസ് ബ്രേ, ബിയർ ഗ്രൗൾ, ബേർഡ്സ് ചിർപ്പ്, ട്വിറ്റർ, സോങ്, ക്യാമൽ, പിഗ്, സീബ്ര, ഗ്രണ്ട്, ക്യാറ്റ് മ്യാവ്, പെർ, ഡോവ്, കൂ, ഡക്ക്, ക്വാക്ക്, ഈഗിൾ, വൾച്ചർ, സ്ക്രീം, എലിഫന്റ്, ട്രംപറ്റ്, ഫ്ലൈസ്, ബസ്, ഫ്രോഗ്, ക്രോക്ക്, ഫോക്സ്, ഹൗൾ, ഹെൻ, ക്ലക്ക്, ജാക്കൽ, ഹൗൾ, മങ്കി, ചാറ്റ്. നമ്മൾ അത്യാവശ്യം കുറച്ച് ആനിമൽസ് ആൻഡ് സൗണ്ട്സ് പഠിച്ചു. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനകത്തോട്ട് പോകാം. ദിസ് പെൻ ഈസ് ഡാഷ്.
ഓപ്ഷൻ എ യുവേഴ്സ്, ഓപ്ഷൻ ബി യുവേഴ്സ്, ഓപ്ഷൻ സി യുവർ, ഓപ്ഷൻ ഡി മൈ. ഇവിടെ എന്തായിരിക്കും ആൻസർ? നമുക്കൊരു 3 ക്വസ്റ്റ്യൻ ഇതേപോലെ എന്താണ് അപ്പോസ്ട്രഫി ഇട്ടൊരു ക്വസ്റ്റ്യനുകൾ ഒരു 3 ക്വസ്റ്റ്യൻ നമുക്ക് വന്നായിരുന്നു. നമുക്ക് നോക്കാം. ദിസ് പെൻ ഈസ് ഡാഷ് എന്നാണ്. അപ്പോൾ ഈ പേന എന്താണ്? ഈ പേന നിന്റേതാണ്. ഈ പേന നിന്റേതാണ്. അപ്പം നിന്റേത്, എൻ്റേത്, നമ്മുടേത്, ഞങ്ങളുടേത്. അപ്പോൾ അവിടെ എന്താണ്? ഒരു പൊസസീവ് പ്രോനൗൺ ആണ് യൂസ് ചെയ്യേണ്ടുന്നത്. ഈ പേന, ദിസ് പെൻ ഈസ് യുവേഴ്സ്, നിന്റേതാണ്. അവിടെ ഒരു ഓണർഷിപ്പ് ആണ്, ഒരു പൊസഷൻ ആണ്, നിന്റേത്. അപ്പോൾ അവിടെ ഒരു പൊസസീവ് അഡ്ജക്റ്റീവ് ആണ് യൂസ് ചെയ്യേണ്ടുന്നത്. ഇവിടെ ഏതാ പൊസസീവ് അഡ്ജക്റ്റീവ്? യുവേഴ്സ് എന്നുള്ളതാണ്. അപ്പോസ്ട്രഫി വേണ്ട അവിടെ കേട്ടോ. ദിസ് പെൻ ഈസ് യുവേഴ്സ് എന്ന് മതി. ഈ പേന നിങ്ങളുടേതാണ്, നിന്റേതാണ്. അപ്പോസ്ട്രഫി വേണ്ട. YOURS എന്നങ്ങ് എഴുതിയാൽ മതി. ദിസ് പെൻ ഈസ് യുവേഴ്സ് എന്ന് മാത്രം മതി. There is no dash college in this town. നോക്കാം ഇവിടെ ആൻസർ എന്തായിരിക്കും. ഓപ്ഷൻ എ വുമൻസ്, ഓപ്ഷൻ ബി വിമൻസ്, ഓപ്ഷൻ സി വുമൻസ്, ഓപ്ഷൻ ഡി വിമൻസ്. ഇവിടെ ഏതായിരിക്കും ആൻസർ? ഇവിടെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. വുമൻസ് ആണ്, വിമൻസ് ആണ്, വിമൻസ് ആണ്. എന്തുകൊണ്ട്? There is no dash college in this town. അപ്പം എന്താ? വനിതകളുടെ കോളേജ് എന്നാണ്. വനിതകളുടെ കോളേജ്. അപ്പം വുമൺ, WOMAN, വുമണിൻ്റെ പ്ലൂറൽ എന്താണ്? വിമൻ ആണ്. WOMEN ആണ്. വുമണിൻ്റെ പ്ലൂറൽ എന്താണ്? വിമൻ ആണ്. വുമൺ, വിമൺ, വുമൺ, വിമൺ. അപ്പം നോക്കേ, WOMAN എഴുതിയിട്ട് എസ് അവസാനം ഇട്ടിട്ടൊരു അപ്പോസ്ട്രഫി കൊടുത്തിരിക്കുന്നത്. ഇതെന്താണ്? ഇവിടെ ഏതന്നെ തെറ്റാണ്, അല്ലെങ്കിൽ അവസാനം അല്ല അപ്പോസ്ട്രഫി കൊടുക്കേണ്ടുന്നത്. അത് ആൻസർ ആവില്ല. ഇത് WOMAN ആണ്. WME വരണം. ഇവിടെ രണ്ടിടത്ത് ഈ അല്ല വന്നേക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് തെറ്റാണ്. അല്ലെങ്കിൽ ഈ ഭാഗം നോക്കിയാൽ ഇങ്ങനെ അപ്പോസ്ട്രഫി അവിടെ ഇടാൻ പറ്റില്ല. ഇത് സ്പെല്ലിംഗ് തന്നെ തെറ്റാണ്. WE എന്ന് വന്നു, ഇവിടെ A വന്നു. അതുകൊണ്ട് അതും തെറ്റാണ്. അപ്പോൾ ഇവിടെ ആൻസർ ഏതാണ്? WOMEN, വുമൺ, വനിതകളുടെ. വനിതകളുടെ എന്നാക്കാൻ എന്താ? ഒരു അപ്പോസ്ട്രഫി ഇട്ടിട്ട് എസ് കൊടുക്കണം. അപ്പോൾ വുമൻസ്, വുമൻസിൻ്റെ, വുമൻസിൻ്റെ. അപ്പോൾ എന്താ? വുമൻസ്, WOMEN അപ്പോസ്ട്രഫി എസ് ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. There is no women's college in this town. അപ്പോൾ വനിതകളുടെ കോളേജ്. വുമണിൻ്റെ പ്ലൂറൽ എന്താണ്? വിമൺ ആണ്. വുമണിൻ്റെ പ്ലൂറൽ വിമൺ ആണ്. അടുത്ത ക്വസ്റ്റിനും അതേപോലെ നമുക്ക് കണ്ട അപ്പോസ്ട്രഫി ഒരു പരീക്ഷയ്ക്ക് വന്നതാണ്. ഈ 3 ക്വസ്റ്റിനും എന്താണ്? ഒറ്റ പരീക്ഷയ്ക്ക് വന്നതാണ്. ഐ ലവ് ഡാഷ് വെരി മച്ച്. ഓപ്ഷൻ എ കിഡ്സ് പോയട്രി, ഓപ്ഷൻ ബി കിഡ്സ് പോയട്രീസ്, ഓപ്ഷൻ സി കിഡ്സ് പോയട്രി, ഓപ്ഷൻ ഡി കിഡ്സ് പോയട്രീസ്. ഇവിടെ ആൻസർ ഏതാകുന്നു? നിങ്ങൾ വിചാരിക്കുന്നതല്ല ആൻസർ. ഓപ്ഷൻ ഡി ആണ് ഇവിടെ ആൻസർ. പല ഉദ്യോഗാർത്ഥികൾ ഈ പരീക്ഷയ്ക്ക് ചോദിച്ചപ്പോൾ അന്നത്തെ 90% കുട്ടികൾ എഴുതിയത് എന്താണ്? ആൻസർ ഇതല്ല. സോറി, ആൻസർ ഇതല്ല. അന്നത്തെ 90% കുട്ടികളും എഴുതിയത് എന്താണ്? ഓപ്ഷൻ കിഡ്സ് പോയട്രി. കിഡ്സ് പോയട്രി ആണ്. ഇതാണ് എഴുതിയത്. ഓപ്ഷൻ എ ആണ് എഴുതിയത്. ഇവിടെ ആൻസർ എന്താണ്? കിഡ്സ് പോയട്രി ആണ്. മീൻസ് ഓപ്ഷൻ സി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. എന്തുകൊണ്ട്? നോക്കുക. ജോൺ കീറ്റ്സ്, ഇംഗ്ലീഷ് ലിറ്ററേച്ചറൊക്കെ പഠിച്ചിട്ടുള്ളവർക്ക് അറിയാം. അല്ലാത്തവർക്കും അറിയാം. ജോൺ കീറ്റ്സ് ഒരു പോയറ്റ് ആണ്. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ചൊക്കെ പലതും നമ്മൾ കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പോയട്രീസൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പം നോക്കി, ഇദ്ദേഹത്തിൻ്റെ പേരെങ്ങനെയാ? ജോൺ കീറ്റ്സ് എന്നാണ്. ഇദ്ദേഹത്തിൻ്റെ പേരെങ്ങനെയാ? ജോൺ കീറ്റ്സ്. ഇത്രയുമാണ് അദ്ദേഹത്തിൻ്റെ പേര്. കീറ്റ്സ്, ഇത്രയും അദ്ദേഹത്തിൻ്റെ പേരാണ്. ഐ ലവ് കീറ്റ്സ് പോയട്രി വെരി മച്ച്. അപ്പോൾ കീറ്റ്സിൻ്റെ പോയട്രീസ്, ഐ ലവ് കീറ്റ്സ് പോയട്രീസ് എന്ന് പറയത്തില്ല, പോയട്രി എന്നേ പറയത്തുള്ളൂ. പോയട്രീസ് എന്ന് വരത്തില്ല, പോയട്രി എന്നേ പറയത്തുള്ളൂ. ഇവിടെ ഡൗട്ട് ഞാനൊന്ന് ക്ലിയർ ചെയ്ത് തരാം. നമ്മളിപ്പം ഇവിടെ ഇദ്ദേഹത്തിൻ്റെ പേര് അവസാനിക്കുന്നത് എസ്സിലാണ്. അപ്പോൾ നമ്മൾ ഇന്ത്യ എന്നുള്ള രീതിയിൽ സാധാരണ ഫോർ എക്സാമ്പിൾ ഇപ്പം അർജുൻ്റെ വാച്ച് എന്ന് എഴുതാൻ എങ്ങനെ നമ്മൾ എഴുതുന്നത്? അർജുൻസ് വാച്ച്. അർജുൻ്റെ വാച്ച് എന്ന് എങ്ങനെ എഴുതുന്നത്? അർജുൻസ് വാച്ച് എന്ന് എഴുതും. ഓക്കെ. അപ്പോൾ അപ്പോസ്ട്രോഫി ഇട്ട് എസ് ഇടും. പക്ഷെ ഇവിടെ എന്താണ്?
കീറ്റ്സ് എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് എൻഡ് ചെയ്യുന്നത് എസ്സിലാണ്. അങ്ങനെ എസ്സിൽ അവസാനിക്കുന്ന ഒരു പേരിൻ്റെ കൂടെ ഇന്ത്യ എന്ന് ചേർക്കാൻ നമ്മളിങ്ങനെ ഒരു അപ്പോസ്ട്രഫി അങ്ങ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇപ്പോൾ തോമസ് ആണെങ്കിൽ എന്താ, തോമസിൻ്റെ ബൈക്ക്. അപ്പോൾ തോമസ് ഒരു എസ് കൊടുത്തിട്ട് തോമസ് ബൈക്ക്, തോമസിൻ്റെ ബൈക്ക്. അപ്പോൾ എസ്സിലാണ് ആ നെയിം എൻഡ് ചെയ്യുന്നത്. അപ്പോൾ എസ്സിൽ എൻഡ് ചെയ്യുന്ന ഒരു നെയിമിൻ്റെ കൂടെ ഇന്ത്യ എന്ന് മീനിങ് കിട്ടാനായിട്ട് നമ്മൾ അവസാനം ഒരു അപ്പോസ്ട്രഫി അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ കീറ്റ്സിൻ്റെ പൊയട്രി അവസാനം ഒരു അപ്പോസ്ട്രഫി ഇട്ടാൽ മതി. ഇത് തെറ്റാണ്, അദ്ദേഹത്തിൻ്റെ പേര് എസ് വരാണ്. ഇവിടെയും തെറ്റാണ്, ഇവിടെ അപ്പോസ്ട്രഫി അവിടെ ഇട്ടേക്കുന്നത്. പക്ഷേ പൊയട്രീസ് എന്ന് പറഞ്ഞിട്ടുണ്ട്, സിംഗുലർ പ്ലൂറൽ എല്ലാം സെയിം ആണ്. പൊയട്രീസ് എന്നല്ല പറയുന്നത്, പൊയട്രി എന്നാണ്. മൊത്തത്തിൽ പറയുന്ന ക്ലാസ് നൗൺ ആണ്. പൊയട്രി എന്നേ പറയത്തുള്ളൂ. പൊയട്രീസ് എന്ന് എന്താണ് പറയത്തേ ഇല്ല. അപ്പോൾ കീറ്റ്സ് പൊയട്രി പറഞ്ഞ മനസ്സിലായോ? ഐ ലവ് ഡാഷ് വെരി മച്ച്. കീറ്റ്സിൻ്റെ പൊയട്രി എന്നാണ്. ഇന്ത്യ എന്ന് കിട്ടാൻ എസ്സിൽ അവസാനിക്കുന്ന പേരുകൾക്ക് ഇന്ത്യ എന്ന് വരാൻ വേണ്ടി അവസാനം ഒരു അപ്പോസ്ട്രഫി ഇട്ടാൽ മതി. ഇതേപോലെ അപ്പോസ്ട്രഫി ഇട്ട് എസ് ഇടേണ്ട കാര്യമില്ല. എസ്സിൽ എൻഡ് ചെയ്താൽ ഇന്ത്യ എന്ന് കിട്ടാൻ ഒരു അപ്പോസ്ട്രഫി അവസാനം ഇട്ട് കൊടുത്താൽ മതി. അതുകൊണ്ട് നമ്മൾ ഇത് ചൂസ് ചെയ്തു. പൊയട്രി എന്നേ പറയൂ, പൊയട്രീസ് എന്ന് പറയില്ല. ക്ലാസ് നൗൺ ആണ്. സോ കീറ്റ്സ് പൊയട്രി ഇതാണ് ആൻസർ. സെയിം ക്വസ്റ്റ്യൻ തന്നെ ഇനിയും വരാം, ശ്രദ്ധിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, ചൂസ് വൺ വേർഡ് ഫ്രം ബ്രാക്കറ്റ്സ് ഫോർ ദ ഫോളോയിങ്. ഫിയർ ഓഫ് വാട്ടർ. ഓപ്ഷൻ എ അഗോറാഫോബിയ, ഓപ്ഷൻ ബി അഗ്രാഫിയ, ഓപ്ഷൻ സി ഹൈഡ്രോഫോബിയ, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ? എല്ലാവർക്കും അറിയാം, ഫിയർ ഓഫ് വാട്ടർ ഹൈഡ്രോഫോബിയ ആണ്. ഫിയർ ഓഫ് വാട്ടർ ഹൈഡ്രോഫോബിയ ആണ്. വൺ വേർഡ് ആണ്. അപ്പം ഫിയർ മീൻസ് ഫോബിയാസ് ആണ്. ഫിയർ ഓഫ് വാട്ടർ എന്താണ്? വെള്ളത്തോടുള്ള ഭയം. ഹൈഡ്രോഫോബിയ ആണ്. പണ്ട് തൊട്ടേ നമ്മൾ കാണുന്നതാണ്. സിനിമകളിലൊക്കെ പേവിഷബാധയൊക്കെ വരുമ്പോൾ വെള്ളം കാണുമ്പോഴൊക്കെ പേയിളവുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് അറിയാം. പിന്നെ അഗോറാഫോബിയ മീൻസ് എന്താ? തുറസായ സ്ഥലങ്ങളോടുള്ള പേടിയാണ്. അഗ്രാഫിയ എന്നൊക്കെ പറയുമ്പോൾ എന്താണ്? ലാക്ക് ഓഫ് റൈറ്റ്, എഴുതാനൊക്കെയുള്ള ആ ഒരു വിഷമം അല്ലെങ്കിൽ എഴുതാൻ പറ്റാത്തൊക്കെ അവസ്ഥ, അതിന് അങ്ങനത്തുള്ള അവസ്ഥയാണ് അഗ്രാഫിയ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഫോബിയാസ് ഒന്ന് പഠിച്ചു പോകാം. വൺ വേർഡ് എന്ന ഹെഡിലാണത് വരുന്നത്. ഫിയർ ഓഫ് ബീസ്, ബീസിനോടുള്ള പേടി എന്താണ്? ടോക്കോഫോബിയ. അപ്പോൾ ഇത് മറന്നു പോകാതിരിക്കാൻ നമ്മൾ എങ്ങനെ കണക്ട് ചെയ്യും? ഫിയർ ഓഫ് ബീസ്. അപ്പം നോക്കേ, ഈ ബീസ് ഈച്ചകളൊക്കെ എങ്ങനെ എപ്പോഴും സൈലൻ്റ് ആയിട്ടല്ല പോകുന്നത്, അവരിങ്ങനെ മൂളും. യഥാർത്ഥത്തിൽ മൂളലല്ല, അവരുടെ ചിറകുകൾ കമ്പനം ചെയ്യുന്നതിൻ്റെ സൗണ്ടാണ് ആ കേൾക്കുന്നത്. അപ്പം നമ്മളിങ്ങനെ കണക്ട് ചെയ്തിട്ട് നമ്മളെന്താ വെച്ചാൽ ഈച്ച മൂളുന്നു, കൊതുക് മൂളുന്നു എന്നൊക്കെയാണ് പറയുന്നത്. അതെന്തെങ്കിലും ആവട്ടെ, അങ്ങനല്ലയോ പറയുന്നത്. അപ്പം എപ്പോഴും അവരെന്താ ഇങ്ങനെ ടോക്കിംഗ് സംസാരിച്ചുകൊണ്ടേ ഇരിക്കുവാണെന്നൊന്ന് കണക്ട് ചെയ്യുക. അപ്പോൾ ഫിയർ ഓഫ് ബീസ് എപ്പോഴും സംസാരം. അപ്പോൾ എന്താ? ടോക്കിംഗ് ആണ്. ടോക്കോഫോബിയ. സ്പെല്ലിംഗ് വ്യത്യാസമുണ്ട്. ടോക്കോഫോബിയ പേടിയാണ് ഇതെല്ലാം. അടുത്ത ഫിയർ ഓഫ് എയർ ട്രാവൽ. ഫ്ലൈയിങ്ങിനോടുള്ള പേടിയെല്ലാം കേട്ടോ. ഫിയർ ഓഫ് എയർ ട്രാവൽ എന്നോ ഫിയർ ഓഫ് ഫ്ലൈയിങ് എന്നോ ഒക്കെ ചോദിച്ചാൽ ഇത് തന്നെയാണ്. എയറോഫോബിയ. എയറോപ്ലെയിനിൽ കയറാൻ പേടിയ, എയറോഫോബിയ. പറക്കാൻ പേടിയ, എയറോഫോബിയ. അപ്പോൾ ഫിയർ ഓഫ് എയർ ട്രാവൽ അഥവാ ഫ്ലൈയിങ് എന്താണ്? എയറോഫോബിയ. ഫിയർ ഓഫ് അനിമൽസിനോടുള്ള ഭയം എന്താണ്? സൂഫോബിയ. നമ്മളിപ്പോൾ ഒരു കാട്ടിൽ പോയാൽ അല്ലെ എവിടെയെങ്കിലുമൊക്കെ ചെന്നാൽ കുറച്ച് അനിമൽസിനെ കാണാൻ പറ്റൂ. ഒട്ടുമിക്ക ഒരുപാട് അനിമൽസിനെ ഒരുമിച്ച് കാണണമെങ്കിൽ എവിടെ പോകണം? സൂവിൽ പോകണം. അപ്പോൾ അനിമൽസിനെ എല്ലാം കൂടെ കാണണമെങ്കിൽ സൂവിൽ പോകണം. സൂവിൽ പോയി അനിമലിനെ കണ്ട് പേടിക്കുക നമുക്ക്. അപ്പം ഫിയർ ഓഫ് അനിമൽ എന്താണ്? സൂഫോബിയ ആണ്. ഫിയർ ഓഫ് ആനിമൽസ് സൂഫോബിയ. ഫിയർ ഓഫ് ബാക്ടീരിയ എളുപ്പമാണ്. ബാക്ടീരിയ ഫോബിയ. ഫിയർ ഓഫ് ബാക്ടീരിയ ഫോബിയ. ഫിയർ ഓഫ് ബാക്ടീരിയ ഫോബിയ. അടുത്തത് ഫിയർ ഓഫ് ബ്ലഡ്. ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ്, എല്ലാ പരീക്ഷകൾക്കും ചോദിക്കുന്നതാണ്, നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഹീമോഫോബിയ ആണ് കേട്ടോ. ഹീമോഫോബിയ ആണ്. ഫിയർ ഓഫ് ബ്ലഡ് ഹീമോഫോബിയ ആണ്. അടുത്ത ഫിയർ ഓഫ് ക്യാൻസർ. കാർസിനോഫോബിയ. ഡിസീസ് ഒക്കെ വന്നാൽ നമ്മൾ എന്താ കാറിലൊക്കെ ഇല്ലേ പോകുന്നത്, അങ്ങനെ ഓർക്കുക. ഫിയർ ഓഫ് ക്യാൻസർ കാർസിനോഫോബിയ. അപ്പോൾ ഫിയർ ഓഫ് ബീസ് ടോക്കോഫോബിയ. ഫിയർ ഓഫ് എയർ ട്രാവൽ
aerophobia. Fear of animal, zoophobia. Fear of bacteria, bacteriophobia. Fear of blood, hemophobia. Fear of cancer, carcinophobia. Or the fear of electricity, electrophobia. Fear of electricity, electrophobia. Or the fear of fire, എന്താണ്? Pyrophobia ആണ്. Fear of fire, pyrophobia. Fear of fire, pyrophobia. Okay. Next. Fear of ice, ക്രയോഫോബിയ. ഒരു ഐസ് ക്യൂബ് എടുത്ത് വെച്ചാൽ എന്താ, അത് അതേപോലെ ഇരിക്കത്തില്ല. ഐസ് ക്യൂബ് ഇങ്ങനെ ഓരോ തുള്ളി തുള്ളിയായിട്ട് നമ്മൾ കരയുന്ന പോലെ എന്താണ് അതിങ്ങനെ അലിഞ്ഞു പൊയ്ക്കൊണ്ടേയിരിക്കും. അപ്പോൾ എന്താ ഐസ് 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 കരയുകയാണെന്ന് ഓർക്കുക, ക്രൈ. അപ്പോൾ ഐസ്, ഫിയർ ഓഫ് ഐസ്, ക്രയോഫോബിയ. ഫിയർ ഓഫ് ഐസ്, ക്രയോഫോബിയ. അപ്പോൾ ഫിയർ ഓഫ് ലൈറ്റ് എന്തായിരിക്കും? ഫോട്ടോഫോബിയ. ഫോട്ടോഫോബിയ, ഫോട്ടോ എടുക്കുമ്പോൾ ഇങ്ങനെ ലൈറ്റ് അടിക്കും. അപ്പം ഫിയർ ഓഫ് ലൈറ്റ്, ഫോട്ടോഫോബിയ. ഫിയർ ഓഫ് ലൈറ്റ്, ഫോട്ടോഫോബിയ. ഫിയർ ഓഫ് ലേക്സ്, ലിംനോളജി ഇസ് സ്റ്റഡി ഓഫ് ലേക്സ്. അപ്പോൾ എന്താണ് ലേക്ക്, ലിംനോളജി നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. ഫിയർ ഓഫ് ലേക്സ് എന്താണ്? ലിംനോഫോബിയ. ലിംനോഫോബിയ. ഇതേപോലെ മാനിയാസും ചോദിക്കും. ഒട്ടുമിക്കതും ഇതിനെ തന്നെ മാനിയസ് ആക്കാൻ പറ്റും നമുക്ക്. അത് മറ്റൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നമ്മൾ അതിനകത്തോട്ട് പോകും. അപ്പോൾ ഫിയർ ഓഫ് ഐസ്, ക്രയോഫോബിയ. ഫിയർ ഓഫ് ലൈറ്റ്, ഫോട്ടോഫോബിയ. ഫിയർ ഓഫ് ലേക്സ്, ലിംനോഫോബിയ. ഫിയർ ഓഫ് ഡോഗ്സ്, സൈനോഫോബിയ. ഫിയർ ഓഫ് ഡോഗ്സ്, സൈനോഫോബിയ. ഫിയർ ഓഫ് പോയിസൺ, എന്താണ് പോയിസൺ? ടോക്സിക്കോഫോബിയ. ഫിയർ ഓഫ് പോയിസൺ, ടോക്സിക്കോഫോബിയ. അപ്പോൾ നമ്മൾ പോയിസൺ ഒക്കെ കഴിച്ച് സൂയിസൈഡ് ചെയ്യാനൊക്കെ നോക്കുന്നു. അപ്പോൾ നമ്മൾ എന്തോ ചെയ്യും? നമ്മൾ ടോസ് ഇട്ട് നോക്കും, ഇല്ലയോ? ടോസ് ഇട്ട് നോക്കും, ചെയ്യണോ ചെയ്യണ്ടായോ, ചെയ്യണോ ചെയ്യണ്ടായോ. അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യുക. ഫിയർ ഓഫ് പോയിസൺ, ടോക്സിക്കോഫോബിയ. ഫിയർ ഓഫ് പോയിസൺ, ടോക്സിക്കോഫോബിയ. ഫിയർ ഓഫ് സീ, തലാസോഫോബിയ. ഫിയർ ഓഫ് സീ, തലാസോഫോബിയ. കടലിലെ വെള്ളത്തിലൊക്കെ നമ്മൾ കുളിക്കാറുണ്ട്, പക്ഷെ നമ്മൾ എന്താണ് തല ഉപ്പ് വെള്ളത്തിൽ നനയ്ക്കാറില്ല. അപ്പം സീ പോയാൽ തല നനയ്ക്കാറില്ല, സീയിൽ പോയാൽ തല ആ വെള്ളത്തിൽ നനയ്ക്കാറില്ല. അപ്പം ഫിയർ ഓഫ് സീ എന്താണ്? തലാസോഫോബിയാണ്. ഫിയർ ഓഫ് സ്നേക്സ്, സ്റ്റഡി ഓഫിഡിയോളജി വെച്ച് കണക്ട് ചെയ്യാം. ഓഫിഡിയോഫോബിയ. സ്നേക്സിനെ കുറിച്ചുള്ള സ്റ്റഡി ഓഫിഡിയോളജി, അത് വെച്ച് കണക്ട് ചെയ്യാം. ഫിയർ ഓഫ് സ്നേക്സ് എന്താണ്? ഓഫിഡിയോഫോബിയ. ഫിയർ ഓഫ് വിൻഡ്, അനിമോളജി കണക്ട് ചെയ്യാം. അനിമോഫോബിയ. അനിമോഫോബിയ. ഫിയർ ഓഫ് വിൻഡ്, അനിമോഫോബിയ. ഫിയർ ഓഫ് വിൻഡ്, അനിമോഫോബിയ. അടുത്ത ഫിയർ ഓഫ് തണ്ടർ എന്താണ്? തണ്ടർ, തണ്ടർ. ബ്രോണ്ടോഫോബിയ. ബ്രോണ്ടോഫോബിയ. ഫിയർ ഓഫ് തണ്ടർ. തണ്ടർ വരുമ്പോഴും ഭയങ്കര ഒരു ഗൗരവമാണ്, ഭയങ്കര സൗണ്ടൊക്കെയാണ്. അപ്പോൾ ബ്രോണ്ടോ എന്ന് പറയുമ്പോഴും ആ ഒരു ഗുമ്മുണ്ട് നമുക്ക്. അപ്പോൾ ഫിയർ ഓഫ് തണ്ടർ, ബ്രോണ്ടോഫോബിയ. ഫിയർ ഓഫ് തണ്ടർ, ബ്രോണ്ടോഫോബിയ. ഫിയർ ഓഫ് വാട്ടർ, ഹൈഡ്രോഫോബിയ. അതാണ് ഇപ്പോൾ ചോദിച്ചത്. ഫിയർ ഓഫ് വാട്ടർ, ഹൈഡ്രോഫോബിയ. അപ്പോൾ നമുക്കൊന്നുകൂടെ തിരികെ വരാം. ഫിയർ ഓഫ് ബീസ്, ടോക്കോഫോബിയ. ഫിയർ ഓഫ് എയർ ട്രാവൽ, എയറോഫോബിയ. ഫിയർ ഓഫ് ആനിമൽസ്, zoophobia. Fear of bacteria, bacteriophobia. Fear of blood, hemophobia. Fear of cancer, carcinophobia. Fear of electricity, electrophobia. Fear of fire, pyrophobia. Fear of ice, cryophobia. Fear of light, photophobia. Fear of lakes, limnophobia. Fear of dogs, cynophobia. Fear of poison, toxicophobia. Fear of sea, thalassophobia. Fear of snakes, ophidiophobia. Fear of wind, anemophobia. Fear of thunder, brontophobia. Fear of water, hydrophobia. Next question. Choose the most acceptable sentence. 4 സെൻറ്റൻസ് തന്നിട്ടുണ്ട്. അതിൽ കറക്റ്റായിട്ട് ഗ്രാമാറ്റിക്കലി കറക്റ്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ഓരോ ഓപ്ഷനും വായിക്കാം. യു ഹാഡ് ബെറ്റർ ടു കൺസൾട്ട് എ ഡോക്ടർ. ഓപ്ഷൻ ബി, യു ഹാഡ് ബെറ്റർ ടു കൺസൾട്ടഡ് എ ഡോക്ടർ. ഓപ്ഷൻ സി, യു ഹാഡ് ബെറ്റർ കൺസൾട്ടിങ് എ ഡോക്ടർ. ഓപ്ഷൻ ഡി, യു ഹാഡ് ബെറ്റർ കൺസൾട്ട് എ ഡോക്ടർ. ഏതായിരിക്കും നിങ്ങളുടെ ആൻസർ? പൊതുവെ ഈ ക്വസ്റ്റിനകത്ത് 2 ആൻസറുകൾ
കുട്ടികൾ പറയാറുണ്ട്. ഓപ്ഷൻ എയും ഓപ്ഷൻ ഡിയും പറയാറുണ്ട്. ഓപ്ഷൻ എ തെറ്റാണ്. ഓപ്ഷൻ ഡി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. മീൻസ് ഹാഡ് ബെറ്റർ വന്നാൽ ഹാഡ് ബെറ്ററിന് ശേഷം നമ്മൾ ബേസ് ഫോം ഓഫ് ദ വെർബ് ഉപയോഗിക്കാനേ പാടുള്ളൂ. മീൻസ് ബെയർ ഇൻഫിനിറ്റീവ് ആണ് ഉപയോഗിക്കുക. വായിക്കുമ്പോൾ ഫ്ലോയിൽ യു ഹാഡ് ബെറ്റർ ടു കൺസൾട്ട് നമുക്ക് എന്താണ് വായിക്കുന്ന ഫ്ലോയിൽ വന്നു പോകും. നമ്മൾ റൂൾസ് പഠിക്കാതെ വായിച്ചു നോക്കി എഴുതുന്ന ഒരു വിദ്യാർത്ഥിക്ക് പെട്ടെന്ന് ഫ്ലോ ഇതാണ് തോന്നുക. ആൻസർ ഇതാണ്. റൂൾ നോക്കുക. ഹാഡ് ബെറ്റർ വന്നാൽ അതിനുശേഷം എന്തേ എഴുതാവൂ? ബേസ് ഫോം ഓഫ് ദ വെർബേ എഴുതാവൂ. ബെയർ ഇൻഫിനിറ്റീവേ ഉപയോഗിക്കാവൂ. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ബെയർ ഇൻഫിനിറ്റീവ് എന്ന് പറഞ്ഞാൽ. എന്താണ് ഇൻഫിനിറ്റീവ് അഥവാ ബെയർ ഇൻഫിനിറ്റീവ് എന്ന് പറഞ്ഞാൽ മീൻസ് ഓക്സിലറി വെർബ് ഇല്ലാത്ത ഒരു വെർബിൻ്റെ ധാതു രൂപത്തെ നമുക്ക് ഇൻഫിനിറ്റീവ് അഥവാ ബെയർ ഇൻഫിനിറ്റീവ് എന്ന് പറയാം. ഓക്സിലറി വെർബും ടു ഒന്നും ചേർക്കാത്ത ഒരു ക്രിയയുടെ ധാതു രൂപത്തെയാണ് മീൻസ് ബേസ് ഫോം ഓഫ് ദ വെർബ്. ബേസ് ഫോം ഓഫ് ദ വെർബിനെയാണ് ഇൻഫിനിറ്റീവ് അഥവാ ബെയർ ഇൻഫിനിറ്റീവ് എന്ന് പറയുക. എക്സാമ്പിൾ നോക്കേ. ലെറ്റ് ഹിം സിങ് എ സോങ്. അപ്പോൾ ഇവിടെ എന്താ? സിങ് എന്താകുന്നു? ഇവിടെ ഒരു ബെയർ ഇൻഫിനിറ്റീവ് ആണ്. ലെറ്റ് ഹിമ്മിന് ശേഷം അവിടെ ഓക്സിലറി വെർബുകളോ ടൂവോ ഒന്നും കൊടുത്തിട്ടില്ല. സിങ് എന്ന ഒരു ബേസ് ഫോം ഓഫ് ദ വെർബ് കൊടുത്തിരിക്കുന്നു. ഇവിടെ സിങ് എന്നുള്ളത് ബെയർ ഇൻഫിനിറ്റീവ് ആണ്. യു ഹാഡ് ബെറ്റർ കൺസൾട്ട് എ ഡോക്ടർ. നമുക്കിപ്പോൾ വന്ന ക്വസ്റ്റ്യൻ തന്നെ. ഹാഡ് ബെറ്ററിന് ശേഷം എന്താണ്? ബെയർ ഇൻഫിനിറ്റീവ് ഉപയോഗിച്ചിരിക്കുന്നു. അവിടെ കൺസൾട്ട് എന്നത് ഒരു ബെയർ ഇൻഫിനിറ്റീവ് ആണ് അഥവാ ബേസ് ഫോം ഓഫ് ദ വെർബ് ആണ്. അപ്പം ഒരു ബേസ് ഫോം ഓഫ് ദ വെർബിനെ നമുക്ക് ബെയർ ഇൻഫിനിറ്റീവ് അഥവാ ഇൻഫിനിറ്റീവ് എന്ന് വിളിക്കാം. അപ്പോൾ ടു ഇൻഫിനിറ്റീവ് എന്താണ്? ഒന്നുമില്ല. ഈ ഇൻഫിനിറ്റീവിൻ്റെ മുൻപിൽ ബെയർ ഇൻഫിനിറ്റീവിൻ്റെ മുൻപിൽ ഒരു ടു ഇട്ട് കൊടുത്താൽ മതി, അത് ടു ഇൻഫിനിറ്റീവ് ആവും. അപ്പോൾ ഇൻഫിനിറ്റീവിൻ്റെ മുൻപിൽ ടു ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് ടു ഇൻഫിനിറ്റീവ് എന്ന് വിളിക്കാം. ഇൻഫിനിറ്റീവിൻ്റെ മുൻപിൽ ടു ഉണ്ടെങ്കിൽ അതിനെ ടു ഇൻഫിനിറ്റീവ് എന്ന് പറയുന്നു. ഐ ഹാവ് ഡിസൈഡഡ് ടു ഗോ ദെയർ. അപ്പോൾ അവിടെ ഗോ എന്ന ബേസ് ഫോം ഓഫ് ദ വെർബിൻ്റെ തൊട്ട് മുൻപിൽ എന്ത് വന്നിരിക്കുന്നു? ടു എന്ന് വന്നിരിക്കുന്നു. അപ്പോൾ അതെന്താകുന്നു? അത് ടു ഇൻഫിനിറ്റീവ് ആകുന്നു. ഹി ഫെയിൽഡ് ടു അച്ചീവ് ഹിസ് ഗോൾ. അവിടെയും എന്താണ്? ടു അച്ചീവ് എന്ന് കൊടുത്തിരിക്കുന്നു. അച്ചീവ് എന്ന വെർബിൻ്റെ തൊട്ട് മുൻപിൽ ഒരു ടു കിടക്കുന്നു. അതും എന്താകുന്നു? ടു ഇൻഫിനിറ്റീവ് ആകുന്നു. അപ്പോൾ നോക്കുക, ബേസ് ഫോം ഓഫ് ദ വെർബിനെയാണ് ഇൻഫിനിറ്റീവ് അഥവാ ബെയർ ഇൻഫിനിറ്റീവ് എന്ന് പറയുന്നത്. ടു പ്ലസ് ബേസ് ഫോം ഓഫ് ദ വെർബിനെയാണ് ടു ഇൻഫിനിറ്റീവ് എന്ന് പറയുന്നത്. അതാണ് നോക്ക്, ടു പ്ലസ് ബേസ് ഫോം ഓഫ് ദ വെർബിനെയാണ് ടു ഇൻഫിനിറ്റീവ് എന്ന് പറയുന്നത്. അതാണ് നോക്കേ, ഈ പറയുന്നവയ്ക്കൊക്കെ ശേഷം നമ്മൾ എന്തെഴുതുക? ബെയർ ഇൻഫിനിറ്റീവ് ഉപയോഗിക്കുക. ഇവിടെ ഹാഡ് ബെറ്റർ വന്നില്ലയോ? ഹാഡ് ബെറ്ററിന് ശേഷം നമ്മൾ ബെയർ ഇൻഫിനിറ്റീവ് ഉപയോഗിച്ചതുപോലെ ഈ പറയുന്നവ എന്ത് വന്നാലും അതിനുശേഷവും എന്താണ്? ബെയർ ഇൻഫിനിറ്റീവ് ആണ് ഉപയോഗിക്കുക. നമ്മുടെ ഈ മോഡൽ ഓക്സിലറി വെർബുകളും ഡസ് ഡു ഡിഡും പിന്നെ കുറച്ച് കാര്യങ്ങളൊന്ന് കാണാതെ പഠിച്ചു വെച്ചാൽ മതി. ഈ മോഡൽ ഓക്സിലറി വെർബുകളിൽ മിക്കുള്ളത് വന്നാലും അതിനുശേഷം എന്താണ്? ബെയർ ഇൻഫിനിറ്റീവ് തന്നെയാണ് ഉപയോഗിക്കുക. ഏതൊക്കെ? വിൽ, വുഡ്, ഷോൾ, ഷുഡ്. ഇവയ്ക്കെല്ലാം ശേഷം നിങ്ങൾ എന്താ? ബേസ് ഫോം ഓഫ് ദ വെർബ് എഴുതിയാൽ മതി. വിൽ, വുഡ്, ഷോൾ, ഷുഡ്. അതുകൊണ്ടാണ് നമ്മൾ സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് എഴുതുമ്പോഴും സബ്ജക്റ്റ് പ്ലസ് വിൽ ഓർ ഷോൾ പ്ലസ് V1 പ്ലസ് ഒബ്ജക്റ്റ് ആണ് സിമ്പിൾ ഫ്യൂച്ചറിൻ്റെ ഫോർമാറ്റ്. സബ്ജക്റ്റിന് ശേഷം വില്ലും ഷാളും വന്നിട്ട് നമ്മൾ V1 ഫോം എഴുതുമ്പോൾ എന്താ? ബേസ് ഫോമാണ് എഴുതുന്നത്. ഹി വിൽ പ്ലേ എന്നാണ് എഴുതുന്നത്. ഹി സിംഗുലർ ആണെന്നും പറഞ്ഞ് നമ്മളവിടെ എന്താണ്? പ്ലേസ് എഴുതുന്നില്ല. വില്ല് വന്നിട്ടാണ് വെർബ് വരുന്നത്. മോഡൽ ഓക്സിലറി വെർബുകൾക്ക് ശേഷം എന്താ? ബേസ് ഫോമാണ് എഴുതുന്നത്. വിൽ, വുഡ്, ഷോൾ, ഷുഡ്, ക്യാൻ, കുഡ്. വിൽ, വുഡ്, ഷാൾ, ഷുഡ്, ക്യാൻ, കുഡ്, മേ, മൈറ്റ്. അപ്പോൾ ഒന്നുകൂടെ, വിൽ, വുഡ്, ഷാൾ, ഷുഡ്, ക്യാൻ, കുഡ്, മേ, മൈറ്റ്. മസ്റ്റ്, നീഡിൻ്റെ. ഡെയർ, ഡെയറിൻ്റെ. പിന്നെ നമ്മുടെ ഡസ്, ഡു, ഡിഡ് ഇമ്പോർട്ടൻ്റ് ആണ്, ബേസ് ആണ്. ഡസും ഡൂൺ ഡിഡും ഒക്കെ വന്നാൽ അതിനുശേഷം നിങ്ങൾ എന്തേ എഴുതാവൂ? ബേസ് ഫോം ഓഫ് ദ വെർബ് എഴുതാവൂ. ബെയർ ഇൻഫിനിറ്റീവ് എഴുതാവൂ. ഡസ്, ഡു, ഡിഡ്. അടുത്ത ഹാഡ് ബെറ്റർ, ഹാഡ് റാദർ. ഹാഡ് ബെറ്റർ, ഹാഡ് റാദർ. വുഡ് റാദർ,
would rather, had better, had rather, would rather. Sooner than, ഇവിടെ കോമയില്ല, sooner than, sooner than, behold, see, accept, behold, see, accept. അപ്പോൾ ഒന്നുകൂടെ sooner than, ഇനി വെറും than, behold, see, accept. അടുത്ത feel, find, hear, feel, find, hear, feel, find, hear. Let, make, notice, let, make, notice. അപ്പം ഇവയിൽ എന്ത് വന്നാലും അതിനുശേഷം നിങ്ങൾ എന്ത് എഴുതുക? ബെയർ ഇൻഫിനിറ്റീവ് എഴുതുക. ആൻഡ് ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ വരയ്ക്കുന്നതൊക്കെ ഇച്ചിരി ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കുക. ഹാഡ് ബെറ്റർ, ഹാഡ് റാദർ, വുഡ് റാദർ എപ്പോഴും ചോദിക്കുന്നതാണ്. ഡസ് ഡു ഡിഡ് വരുന്നു. ഇവയ്ക്കൊക്കെ ശേഷം എന്ത് തന്നെ എഴുതാവൂ? നമ്മൾ ബെയർ ഇൻഫിനിറ്റീവേ എഴുതാവൂ. അപ്പോൾ ഇങ്ങനെ മോഡൽ ഓക്സിലറി വെർബുകളൊക്കെ വരുമ്പോൾ, ഡസ് ഡു ഡിഡ് ഒക്കെ വരുമ്പോൾ, ഹാഡ് ബെറ്റർ, ഹാഡ് റാദർ, വുഡ് റാദർ, പിന്നെ ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാതെ പഠിച്ചു വെക്കുക. ഇവയിൽ എന്ത് വന്നാലും അതിനുശേഷം നിങ്ങൾ എന്ത് എഴുതുക? ബെയർ ഇൻഫിനിറ്റീവ് എഴുതുക. വിൽ, വുഡ്, ഷാൽ, ഷുഡ്, ക്യാൻ, കുഡ്, മേ, മൈറ്റ്, മസ്റ്റ്, നീഡിൻഡ്, ഡെയർ, ഡെയറിൻഡ്, ഡസ് ഡു ഡിഡ്, ഹാഡ് ബെറ്റർ, ഹാഡ് റാദർ, വുഡ് റാദർ. No sooner than, behold, see, accept, feel, find, hear, let, make, notice. ഒരു ക്വസ്റ്റ്യൻ നോക്കിയേ, ഒരു എക്സാമ്പിൾ നോക്കേ. I see him dash here. Option A come, option B to come, option C coming, option D came. ഏതായിരിക്കും ആൻസർ? ഇവിടെ സി വന്നു. നമുക്കറിയാം സി വന്നാൽ അതിനുശേഷം എന്താണ് ഉപയോഗിക്കുക? സി വന്നാൽ അതിനുശേഷം എന്താണ് ഉപയോഗിക്കുക? ബെയർ ഇൻഫിനിറ്റീവ് ആണ് ഉപയോഗിക്കുക. ബേസ് ഫോം ഓഫ് ദ വെർബാണ് ഉപയോഗിക്കുക. ഇവിടെ ബേസ് ഫോം ഓഫ് ദ വെർബ് ഏതാ? കം ആണ്. ഐ സീ ഹിം കം ഹിയർ. ഓക്കെ, അപ്പം നമ്മൾ നാലാമത്തെ പാർട്ടും പഠിച്ചു കഴിഞ്ഞു. ഇപ്പോൾ CSEBയുടെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്, എക്സാം ഡേറ്റ് വന്നിട്ടുണ്ട്. ഫെബ്രുവരി 15 നമുക്ക് എക്സാമാണ്. അതിന് മുമ്പിട്ട് എല്ലാ പാർട്ടും നിങ്ങൾ ഈ പ്രീവിയസ് ക്വസ്റ്റ്യൻ വർക്കൗട്ട് തന്നെ മതി. പ്രീവിയസ് ക്വസ്റ്റ്യൻ വർക്കൗട്ടും അതിൻ്റെ എക്സ്പ്ലനേഷനും കിട്ടുമ്പോൾ തന്നെ നിങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും അതിൽ കിട്ടുന്നു. ഈ സീരീസ് ഫുള്ള് പഠിച്ചിട്ട് പോകുന്ന ഏതൊരാൾക്കും എന്താണ് ഇംഗ്ലീഷിൻ്റെ എല്ലാ മാർക്കും കിട്ടും. അല്ലെങ്കിൽ ചിലപ്പോൾ ഏതെങ്കിലും ഒരു സിനോണിമോ ഒരു ആൻ്റണിമോ എങ്ങാനും ചിലപ്പോൾ നമ്മൾ പഠിക്കാത്തത് വേണമെങ്കിൽ വരാം. ബാക്കി എല്ലാം നമ്മൾ പഠിച്ചത് തന്നെ വരുത്തുള്ളൂ. നമുക്ക് ഒരു ഉറപ്പ് പറയാൻ പറ്റാത്ത സിനോണിം ആൻ്റണിമേ ഉള്ളൂ. അത് നമുക്ക് കിട്ടും. ചിലപ്പം ചില വർഷങ്ങളിലൊക്കെ ഏതെങ്കിലുമൊക്കെ എക്സാമിന് എന്താണ് അധികം കേട്ടിട്ടില്ലാത്ത ഏതെങ്കിലും കയറി വരാറുണ്ട്. അത് നമുക്ക് നെഗറ്റീവ് ഇല്ലല്ലോ. നമുക്കൊന്ന് ഊഹിച്ച് മറ്റ് ഓപ്ഷനുകളൊക്കെ എന്താണ് ഒന്ന് താരതമ്യം ചെയ്ത് ആൻസറിലോട്ട് എത്താൻ പറ്റും. അപ്പം 4 പാർട്ടുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതിന് മുമ്പത്തെ പാർട്ടുകൾ എന്തെങ്കിലും കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തോ ചെയ്യണം? ആ പാർട്ടുകൾ ഒന്ന് കാണുക. അതേപോലെ തന്നെ ഇന്ന് ആദ്യമായിട്ട് ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ മാസ്റ്റർ അക്കാഡമിയുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ കൂടി ഒന്ന് ഇനേബിൾ ചെയ്തിട്ടേക്കുക. നോട്ടിഫിക്കേഷൻസ് എല്ലാം നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ ക്ലാസ്സുകളും എന്താണ് മാസ്റ്റർ അക്കാഡമി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കറക്റ്റായിട്ട് നിങ്ങൾ ഫോളോ ചെയ്ത് പോയാൽ മതി. ഇനിയും സമയമുണ്ട്. ഇനിയൊന്ന് ആത്മാർത്ഥമായിട്ട് പഠിച്ചാൽ പോലും നിങ്ങൾക്ക് എന്താണ് ഷുവറായിട്ടും റാങ്ക് ലിസ്റ്റിൽ എത്താൻ സാധിക്കും. ഓക്കെ, താങ്ക് യു.